പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. ഈ ശുശ്രൂഷയുടെ 40ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ഈ ലോകത്തിലുള്ള മുഴുവനും ജനപദങ്ങളെയാണ്. ഈശോയുടെ ഏറ്റവും വലിയ കൊതിയാണ് ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും, ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള കൊതി. എന്നാൽ സാത്താൻ്റെ ഏറ്റവും വലിയ കൊതിയാണ് ഈ ലോകത്തിലുള്ള മുഴുവനും മക്കളും നഷ്ടപ്പെട്ടു പോകണം, നശിച്ചു പോകണം എന്നുള്ള കൊതി. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള മുഴുവനും മക്കളെ രക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിളിയ ദൈവം ഇന്ന് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുക. അതിനുവേണ്ടി തമ്പുരാൻ നമുക്ക് ശക്തി തന്നിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാമത്തെ വചനം പഠിപ്പിക്കുക, നിന്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാ. കേട്ട മക്കളെ, നിന്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാ. വീണ്ടും വചനം പഠിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ വചന ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ നിനക്ക് പാമ്പുകളുടെയും തേളുകളുടെയും സകല തിന്മകളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം തരുന്നു, ഇവയൊന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. കേട്ടെ, ഞാൻ നിനക്ക് പാമ്പുകളുടെയും തേളുകളുടെയും സകല തിന്മകളുടെ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം തരുന്നു, ഇവയൊന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, നിനക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ അവർ വിട്ടുപോകും. നിനക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും, ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ യേശുവിനോട് ചേർന്ന് ഈ ലോകത്തില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ആരൊക്കെ വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ, അവരെ ദൈവം അനുഗ്രഹിക്കും. അവരുടെ പ്രാർത്ഥന കേട്ട് ലോകത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന, പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കഴിയുന്ന, നാശത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്ന ആത്മാക്കളെ എൻ്റെ തമ്പുരാൻ കർത്താവ് രക്ഷിച്ചിരിക്കും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം പ്രിയപ്പെട്ടവരെ, 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന, പാപത്തിന് ചെളിക്കുണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മുഴുവനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരം ഉയർത്തി ചങ്കുപൊട്ടി അവർക്ക് വേണ്ടി ഒന്ന് നിലവിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, യേശുവേ ആരാധന, യേശുവേ ആരാധന, കർത്താവേ ആരാധന. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. സ്വർഗ്ഗം തുറന്ന് ആണിപ്പന്നുള്ള കരങ്ങൾ കെട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഈ നിമിഷം ഞങ്ങളെ കഴുകണമേ, ഈ ജനത്തെ കഴുകണമേ, ലോകത്തെ കഴുകണമേ. പാപബന്ധനത്തിലായിരിക്കുന്ന മക്കളെ അവിടുത്തെ രക്തത്താൽ കഴുകണമേ, അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചോ, സ്വരമുയർത്തി പ്രാർത്ഥിച്ചോ. ആത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ. ആത്മാക്കളെ രക്ഷിക്കാനുള്ള കാലഘട്ടത്തിന്റെ അഭിഷേകം ഈ ജനത്തിന് ലഭിക്കട്ടെ. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. കരമടിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. അഭിഷേകം ഇറങ്ങട്ടെ. ഈ ലോകത്തെ വിശുദ്ധീകരിക്കാൻ, ജനങ്ങളെ രക്ഷിക്കുവാൻ, നഷ്ടപ്പെട്ട ആത്മാക്കളെ വീണ്ടെടുക്കാനുള്ള കാലഘട്ടത്തിന്റെ അഭിഷേകം, കാലഘട്ടത്തിന്റെ കൃപ, സ്വർഗത്തിന്റെ കൃപ ദൈവമക്കളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തിയോടെ വിളിക്കട്ടെ. ഏലീശായിൽ ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ഏലിയായിൽ ശക്തി നിറച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായിൽ ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തെ രക്ഷിക്കാനുള്ള ശക്തി എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. വിജയം നേടാൻ ധീരതയേകണമേ. അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. വിജയം നേടാൻ ധീരതയേകണമേ. എന്നെ നിറയ്ക്കണമേ. രണ്ടു കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് പലതരത്തിലുള്ള പാപബന്ധനത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ രാത്രിയുടെ സമയത്ത് ഈശോയെ വീണ്ടും വീണ്ടും ആണികൾ ഈശോയുടെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റി പാപത്തിന്റെ നിമിഷസുഖം പങ്കുപറ്റുന്ന ഒത്തിരി മക്കളുണ്ട്. ഈശോ ഓരോ ദൈവമക്കളോടും വീണ്ടും വീണ്ടും ആവശ്യപ്പെടുക, മക്കളെ നീ ഒന്ന് തിരിച്ചു വാ, കുഞ്ഞെ നീ ഒന്ന് തിരിച്ചു വാ. രണ്ടു കരവും നീട്ടിപ്പിടിച്ച് നഷ്ടപ്പെടുന്ന ഓരോ മകനും മകൾക്കും വേണ്ടി ഈശോ ഇതാ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിളിക്കുക, കുഞ്ഞെ നീ തിരിച്ചു വാ, നഷ്ടപ്പെട്ടത് മുഴുവനും ഞാൻ നിനക്ക് തിരിച്ചു തരാം. മക്കളെ, അമ്മ ഈ വേദന കാണുക, തൻ്റെ പ്രിയപുത്രൻ അനുഭവിക്കുന്ന ഈ വേദന, നെഞ്ചുപൊട്ടുന്ന ഈ വേദന കണ്ടിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യ മക്കളോട് പറയുക, മക്കളെ ഇതാ എൻ്റെ മകൻ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ കരയുക, ഒത്തിരിയേറെ വേദനിക്കുക, ഒന്ന് തിരിച്ചു വാ മക്കളെ, സമയം അടുത്തിരിക്കുക, ഒന്ന് അനുദപിച്ചുകൂടെ, ഒന്ന് തിരിച്ചു വന്നുകൂടെ, ഒന്ന് അപ്പൻ്റെ കരുണയിലേക്കൊന്ന് കടന്നു വന്നുകൂടെ. ഒരു നിമിഷം നമുക്കും അമ്മയുടെ വിമല ഹൃദയത്തിലേക്കൊന്ന് ചേർന്ന് നിൽക്കാം. അമ്മ നീലക്കാപ്പ് കൊണ്ട് പൊതിയും, അമ്മ നീലക്കാപ്പ് കൊണ്ട് പൊതിയും. മക്കളെ, നീ എത്ര തകർന്ന വ്യക്തിയായിക്കോട്ടെ, നീ എത്ര പാപത്തിൽ വീണ വ്യക്തിയായിക്കോട്ടെ, അമ്മയുടെ ഹൃദയത്തിലേക്കൊന്ന് ചേർന്നാൽ അമ്മ നിന്നെ ശുദ്ധീകരിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നമുക്ക് ഈ നിമിഷം നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് നമ്മുടെ കുടുംബത്തെ ഒന്ന് മുഴുവനൊന്ന് ചേർത്ത്, നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെ ഒന്ന് ചേർത്ത്, ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് അമ്മയോട് പറ, അമ്മേ
ആ രക്തക്കണ്ണീര് കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. 7 വ്യാകുലത്തിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുക. അമ്മേ, എന്നെ ഒന്ന് ശുദ്ധീകരിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക്, ഈശോയുടെ ഹൃദയത്തിലേക്ക് എന്നെ ഒന്ന് വെച്ചു കൊടുക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ പരിപൂർണ സമർപ്പണം നടത്തി അമ്മയോടൊന്ന് യാചിച്ച് പ്രാർത്ഥിച്ച മക്കളെ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ഒരു കുഞ്ഞിനെ പോലെ അമ്മയുടെ വിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് ആത്മാർത്ഥമായിട്ട് വിളിച്ചു പാടിക്കേ. ആവേ ആവേ അമ്മേ, അമ്മേ അമ്മേ കൈവിടല്ലേ അമ്മേ. അമലേ അമലേ അമ്മയുടെ കുഞ്ഞല്ല ഞാന്, മരിയേ. അമ്മയുടെ തിരുക്കുമാരനെ തരണേ അമ്മേ. ആവേ ആവേ ഞങ്ങളുടെ കുറവിലേക്ക് ഈശോയെ തരണേ അമ്മേ. അമ്മേ അമ്മേ ഞങ്ങളുടെ വിഷമത്തിലേക്ക് അമ്മയെ, അമലേ അമലേ ഞങ്ങളുടെ സങ്കടത്തിലേക്ക് ആ തിരുക്കുമാരനെ തരണേ അമ്മേ. മരിയേ. നഷ്ടപ്പെടുന്ന ഓരോ മക്കളിലേക്കും ആ ഈശോയെ തരണേ. അമലേ അമലേ മരിയേ. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഒന്ന് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശാന്തരായിട്ട് സ്വസ്ഥാനങ്ങളിലിരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയുടെ 40ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, 40 ദിവസത്തെ ശുശ്രൂഷ ഇതൊരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു. പരിശുദ്ധ ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 40 ദിനങ്ങളിൽ, അത് രാത്രിയാകട്ടെ പകലാകട്ടെ, ആരൊക്കെ 40 ദിനങ്ങളിൽ 40 വർഷങ്ങളിൽ കണ്ണുനീരോടുകൂടി ബല കൊടുത്ത് ത്യാഗമെടുത്ത് സഹനമേറ്റെടുത്ത് ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥന കേട്ട് ദൈവം ഇറങ്ങി വന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത് പരിശുദ്ധ ബൈബിളിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ട മക്കളെ, വചനം പരിശോധിച്ച് നോക്കിയ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 7ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ തിരുവചനം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ വലിയൊരു ജലപ്രളയം നടക്കുന്നത് കാണാൻ പറ്റും. 40 രാവും പകലും ഇതാ മഴ പെയ്യുന്നു, ജലപ്രളയം ഉണ്ടാകുന്നു. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നോഹ പേടകം പണിയുന്നു. ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി ലഭിച്ചിട്ട് ഇതാ പുതിയ ജനതയുടെ പിതാവായിട്ട് മാറാനായിട്ട് നോഹയ്ക്ക് സാധിച്ചു. വീണ്ടും പ്രിയപ്പെട്ടവരെ, പുറപ്പാടിന്റെ പുസ്തകത്തില് 16ാമത്തെ അധ്യായത്തില് 35 മുതലുള്ള തിരുവചനം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ മന്ന ഭക്ഷിച്ചുകൊണ്ട് ത്യാഗത്തിലൂടെ വേദനയിലൂടെ സഹനത്തിന് തീച്ചുളയിലൂടെ കടന്നു പോയപ്പോൾ 40 വർഷം കഴിഞ്ഞപ്പോൾ ഇതാ അവർക്ക് വലിയൊരു കാനാൻ ദേശം കിട്ടുകയാ. വീണ്ടും പ്രിയപ്പെട്ടവരെ, പുറപ്പാടിന്റെ പുസ്തകത്തില് 24ാമത്തെ അധ്യായത്തില്
18 മുതലുള്ള വചനം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മോശ ഇതാ സീനായ് മലയുടെ മുകളിലേക്ക് പോയിട്ട് 40 ദിനരാത്രങ്ങള് കണ്ണുനീരോടുകൂടി തൻ്റെ ജനത്തിനു വേണ്ടി വേദന ഏറ്റെടുത്തുകൊണ്ട് സഹനം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പിതാവായ ദൈവം 10 കൽപ്പന നൽകിയിട്ട് മോശയെ ജനത്തെ അനുഗ്രഹിക്കുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, യോനാ പ്രവാചകന്റെ പുസ്തകം പരിശോധിച്ച് നോക്കുമ്പോൾ 3-ാമത്തെ അധ്യായത്തില് 4 മുതലുള്ള തിരുവചനം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, നിനവേ ദേശം പാപത്തിന്റെ ചെളിക്കുണ്ടില് മനുഷ്യ മക്കള് വീട് കൊണ്ടിരുന്നപ്പോൾ യോനാ പ്രവാചകൻ വന്നിട്ട് ആ ദേശത്തെ മക്കളോട് ഈ പ്രകാരം വിളിച്ചു പറഞ്ഞു, മക്കളെ 40 ദിവസം ചാരം പൂശി ചാക്കുടുത്തുകൊണ്ട് ഉപവസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്താൽ ഈ ദേശം ഈ ജനം രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, നിനവേ ദേശത്തിലുള്ള മക്കള് ഈ പ്രകാരം ചാരം പൂശി ചാക്കുടുത്ത് ഉപവസിച്ച് അവർ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ദൈവത്തിന്റെ അനുഗ്രഹം ഇറങ്ങുക. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നേ മക്കളെ, യേശു ക്രിസ്തു 40 ദിനരാത്രങ്ങള് ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് പുതിയ സുവിശേഷം, പുതിയ സന്ദേശം ലോകത്തിലെ മുഴുവനും മക്കൾക്ക് രക്ഷയുടെ വാഗ്ദാനം സന്ദേശം കൊടുക്കുക. വീണ്ടും അപ്പസ്തോല പ്രവർത്തനത്തില് 1-ാമത്തെ അധ്യായത്തില് 3 മുതലുള്ള തിരുവചനം പരിശോധിച്ച് നോക്കുമ്പോൾ ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ പല സമയങ്ങളിലായിട്ട് 40 ദിവസങ്ങളില് പല ദിവസങ്ങളിലായിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അമ്മ മാതാവിനോട് ചേർന്നുകൊണ്ട് ശിഷ്യന്മാരെ ഒരുക്കിയപ്പോൾ ഇതാ വലിയൊരു പെന്തക്കുസ്ത അനുഭവം സംജാതമാക്കുക. പ്രിയപ്പെട്ടവരെ, എന്തിനാ ഞാൻ ഇപ്രകാരം ഈ പരിശുദ്ധ ബൈബിളിലെ 40 ദിനരാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചാൽ തിരിച്ചറിയണം മക്കളെ, ഏതൊക്കെ ദൈവമക്കള് 40 ദിനരാത്രങ്ങള് ത്യാഗമെടുത്തുകൊണ്ട് സഹനമെടുത്തുകൊണ്ട് വേദന ഏറ്റെടുത്തുകൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി വരും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാ. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് 40 ദിവസങ്ങളാവുക. ഈ 40 ദിവസവും മുടങ്ങാതെ പല ദൈവമക്കള് രാവും പകലും കണ്ണുനീരോടെ കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ രക്ഷിക്കാനായിട്ട്, ദൈവമക്കളെ രക്ഷിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച അനേകം മക്കളുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച അനേകം മക്കളുണ്ട്. കരുണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിച്ച അനേകം മക്കളുണ്ട്. പല ത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിച്ച അനേകം മക്കളുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരൊക്കെ ഈ 40 ദിനങ്ങളിൽ നിങ്ങൾ വേദന ഏറ്റെടുത്തുകൊണ്ട് മുട്ടെ കുത്തി നിന്നുകൊണ്ട് കരം വിരിച്ചു പിടിച്ചുകൊണ്ട് മിറ്റിലെ മുട്ടുകുത്തിക്കൊണ്ട് ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ത്യാഗം ഏറ്റെടുത്തുകൊണ്ട് ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചറിയണം, ചിലവർക്ക് 40 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയായിരിക്കും, ചിലവർക്ക് 30 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയായിരിക്കും, ചിലവർക്ക് 20 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയായിരിക്കാം, ചിലവർക്ക് 10 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയായിരിക്കാം, ചിലവർക്ക് ഒരു ദിവസമാകാം, ഒരു നിമിഷമാകാം, ഒരു നന്മ നിറഞ്ഞ മറിയാകാം ചെല്ലാനാകിട്ട് പറ്റിയിട്ടുള്ളൂ. മക്കളെ, ആരൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇത്തിരി നേരം ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ചിട്ടുണ്ട്, ദൈവം സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അനുഗ്രഹം ഈ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കും ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. തിരിച്ചറിയണം മക്കളെ, ജനലക്ഷങ്ങള് 10,000-കണക്കിന് മക്കള് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് 40 ദിവസം നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ സാത്താൻ പിടിച്ചു വെച്ചിരിക്കുന്ന പല കെട്ടുകളും പൊട്ടി. സാത്താൻ പിടിച്ചു വെച്ചിരിക്കുന്ന പല ദേശങ്ങളുടെയും കെട്ടുകൾ പൊട്ടി. സാത്താൻ വെച്ചിരിക്കുന്ന, പിശാച് വെച്ചിരിക്കുന്ന പല ആത്മാക്കളും അവരുടെ മേഖലയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. മക്കളെ, ഇത് ഉറച്ചു വിശ്വസിച്ചോ, ഇത് സത്യമായിട്ടുള്ള കാര്യമാ. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ പറയുക. പ്രിയപ്പെട്ടവരെ, ഈ 40 ദിവസം കൊണ്ട് ഈ ശുശ്രൂഷ തീർന്നു പോകുമല്ലോ എന്നോർത്തുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഒരു ഇത്തിരി വേദനയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം സന്തോഷ് ബ്രദർ പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഇത് 40 ദിവസം കൊണ്ട് അച്ഛാ നിർത്തുന്നില്ല, ഇനിയും മുന്നോട്ട് പോകുക.
എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം ഇതാ മക്കളെ, ഇത് 40 ദിവസം കൊണ്ടോ 50 ദിവസം കൊണ്ടോ 1 വർഷം കൊണ്ടോ തീർക്കേണ്ട ശുശ്രൂഷയല്ല ഈ പരിഹാരത്തിന്റെ ആധ്യാത്മികത. ഒരു മനുഷ്യന്റെ ലോകത്തിന്റെ അവസാനം വരെ തുടർന്നു കൊണ്ടുപോകേണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള ഒരാധ്യാത്മികതയാണ് ഈ പരിഹാരത്തിന്റെ, പശ്ചാത്താപത്തിന്റെ ആധ്യാത്മികത. Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറപ്പോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധ ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കേ, ആരൊക്കെ വേദന ഏറ്റെടുത്തുകൊണ്ട്, ആരൊക്കെ പരിഹാരം ചെയ്തുകൊണ്ട്, ആരൊക്കെ ഉപവസിച്ചുകൊണ്ട്, ആരൊക്കെ വേദനകൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടായിട്ടുണ്ട്. അബ്രാഹത്തിന്റെ ജീവിതം നോക്ക്, ഇസഹാക്കിന്റെ ജീവിതം, യാക്കോബിന്റെ ജീവിതം, പ്രവാചകന്മാരുടെ ജീവിതം പരിശോധിച്ചോ, അമ്മ മാതാവിന്റെ ജീവിതം, യോസേഫ് പിതാവിന്റെ ജീവിതം, സ്ലീഹന്മാരുടെ ജീവിതം, യേശുവിന്റെ അടുത്ത് വന്ന ഏതൊക്കെ ദൈവമക്കളുടെ ജീവിതം പരിശോധിച്ചോ, വേദന ഏറ്റെടുത്തുകൊണ്ട്, പരിഹാരം ചെയ്തുകൊണ്ട്, സഹനങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, കണ്ണുനീരുകൊണ്ട് ആരൊക്കെ പ്രാർത്ഥിച്ചോ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് ഈ ഭൂമിയിൽ യേശു ക്രിസ്തു കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മക്കളെ, ഇനിയുള്ള വർഷങ്ങളില്, ഇനിയുള്ള നാളുകളില് ഏതൊക്കെ ദൈവമക്കള് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ, ആ മക്കളുടെ പ്രാർത്ഥന കേട്ട് ഈ ലോകത്തെ തമ്പുരാൻ കർത്താവ് വിശുദ്ധീകരിക്കും. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് അനേകം മക്കൾക്ക് ഈ ആധ്യാത്മികതയെ കുറിച്ച് അറിയത്തില്ല. എന്നാൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന ഓരോ മക്കളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക്, ചങ്കിന്റെ അകത്തേക്ക് എൻ്റെ തമ്പുരാൻ കർത്താവ് ഒരു തീനാളം, ഈ ആധ്യാത്മികതയുടെ ഒരു തീനാളം ഇട്ട് തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാണുന്ന തീനാളം ചെയ്യേണ്ട കാര്യം ചാരമിട്ട് മൂടുവല്ല ചെയ്യണ്ടേ, മറിച്ച് ഇത് പകരപ്പെടേണ്ട തീനാളാ. അമ്മമാരെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈ പരിഹാരത്തിന്റെ ആധ്യാത്മികത കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മക്കളിലേക്ക് പകരപ്പെടണം, ഇത് ജീവിത പങ്കാളിയിലേക്ക് പകരപ്പെടണം, ഇത് മാതാപിതാക്കളിലേക്ക് പകരപ്പെടണം, ഇത് വൈദികരിലേക്ക് പകരപ്പെടണം, ഇത് സമർപ്പിതരിലേക്ക് പകരപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഇത് പിടിച്ചു വെക്കേണ്ട ആധ്യാത്മികതയല്ല, ലോകം മുഴുവനും അറിയേണ്ട, ചെയ്യേണ്ട ആധ്യാത്മികതയാണ് പരിഹാരത്തിന്റെ ആധ്യാത്മികത. Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള സകല കുഞ്ഞുങ്ങളും ഈ ആധ്യാത്മികത കൊണ്ട് നിറയട്ടെ. സകല യുവജനങ്ങളിലും ഈ ആധ്യാത്മികത കടന്നു വരട്ടെ. സകല മാതാപിതാക്കളിലും ഈ പരിഹാരത്തിന്റെ ആധ്യാത്മികത വരട്ടെ. പ്രായമായിട്ടുള്ള ഓരോ അപ്പച്ചന്മാരിലും അമ്മച്ചിമാരിലും ഈ പരിഹാരത്തിന്റെ ആധ്യാത്മികത വരട്ടെ. ഓരോ വൈദികരിലും ഈ പരിഹാരത്തിന്റെ ആധ്യാത്മികത വരട്ടെ. ഓരോ സമർപ്പിതരിലും ഈ പരിഹാരത്തിന്റെ ആധ്യാത്മികത വരട്ടെ. മക്കളെ, സകല കുടുംബത്തിലും, സകല ഇടവകളിലും, സകല കോൺവെന്റിലും, സകല സന്യാസാശ്രമങ്ങളിലും ഈ പരിഹാരത്തിന്റെ ആധ്യാത്മികത ശക്തി പ്രാപിച്ചാൽ ഈ ലോകത്തില് സാത്താന് പ്രവർത്തിക്കാൻ പറ്റില്ല. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ച പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തില് 5 or 6 വ്യക്തികൾ ഉണ്ടെന്ന് ചിന്തിക്ക്. ഈ 6 വ്യക്തികളും ഇപ്രകാരം പരിഹാരം ചെയ്ത്, ത്യാഗമെടുത്തുകൊണ്ട്, ഉപവസിച്ചുകൊണ്ട്, വേദന ഏറ്റെടുത്തുകൊണ്ട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ കുടുംബത്തില് പിന്നെ സാത്താന് പ്രവർത്തിക്കാൻ പറ്റോ? ഓരോ കോൺവെന്റ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കേ. ഒരു കോൺവെന്റിൽ 10 സമർപ്പിതരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഈ 10 സമർപ്പിതരും വേദന ഏറ്റെടുത്തുകൊണ്ട്, പരിഹാരം ചെയ്തുകൊണ്ട്, സഹനം സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ കാൽവരി യാഗത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവിടെ പിന്നെ സാത്താന് പ്രവർത്തിക്കാൻ പറ്റോ? ഓരോ സന്യാസാശ്രമങ്ങൾ നോക്കിക്കേ മക്കളെ. 5 വൈദികരുണ്ടെങ്കിൽ 5 വൈദികരും വേദന ഏറ്റെടുത്തുകൊണ്ട്, സഹനം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവിടെ എങ്ങനെയാണ് സാത്താന് പ്രവർത്തിക്കാൻ പറ്റുന്നേ? പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബത്തിലും, ഓരോ കോൺവെന്റിലും, ഓരോ സന്യാസാശ്രമങ്ങളിലും ഈ പ്രകാരമുള്ള പ്രാർത്ഥനകള്, ഈ പരിഹാരത്തിന്റെ ആധ്യാത്മികള് ജ്വലിക്കാൻ തുടങ്ങിയാൽ സാത്താൻ ഈ ലോകത്തില് പ്രവർത്തിക്കാൻ പറ്റില്ല. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഇനി പറയുന്ന ഒരു കാര്യം ആർക്കും വിഷമം ഉണ്ടാകല്ലേ മക്കളെ. ഇനി ധ്യാന കേന്ദ്രം ഈ കൊറോണ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ, ഈ കൊറോണ കഴിഞ്ഞിട്ട് തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ,
അത് പ്രശ്നം പരിഹരിക്കുന്ന സെന്ററാക്കി മാറ്റരുത്. IELTS പാസ്സാക്കുന്ന സെന്ററാക്കി മാറ്റരുത്. ഏതെങ്കിലും രോഗങ്ങൾ സുഖപ്പെടാനുള്ള സെന്ററാക്കി മാറ്റരുത്. മറിച്ച് യേശുവിൻ്റെ സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന, നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന, പരിഹാരത്തിൻ്റെ ആധ്യാത്മികത വിളമ്പിക്കൊടുക്കുന്ന ഓരോ സെന്ററായിട്ട് ഓരോ ധ്യാന കേന്ദ്രങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ ലോകം മാറും മക്കളെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഓരോ വികാരി അച്ഛന്മാര് നിങ്ങളുടെ വചന ശുശ്രൂഷയുടെ സമയത്ത് ഈ പരിഹാരത്തിന്റെ ആധ്യാത്മികത നിങ്ങളുടെ ഇടവക മക്കളിലേക്ക് വിട്ടുകൊടുക്കുക. ഓരോ കുടുംബ കൂട്ടായില് ഓരോ വൈദികര് ഈ കാണുന്ന പരിഹാരത്തിന്റെ ആധ്യാത്മികത ദൈവമക്കൾക്ക് പകർന്നു കൊടുക്കുക. മക്കളെ, ലോകത്ത് മുഴുവനും ഈ ആധ്യാത്മികത പടർന്ന് പിടിക്കാൻ തുടങ്ങിയാൽ, കൊറോണ പടർന്ന് പിടിക്കുന്ന പോലെ ഈ കാണുന്ന പരിഹാരത്തിന്റെ ആധ്യാത്മികത കത്തോലിക്കരില് പടർന്ന് പിടിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തെ സകല മക്കളും രക്ഷപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. മക്കളെ, ഇതാരാ തുടങ്ങണ്ടേ? ഇതാരാ തുടങ്ങണ്ടേ? മാർപ്പാപ്പ തുടങ്ങാൻ നോക്കി നിൽക്കല്ലേ, മെത്രാന്മാർ തുടങ്ങാൻ നോക്കി നിൽക്കല്ലേ, വൈദികർ തുടങ്ങാൻ നോക്കി നിൽക്കല്ലേ. മറിച്ച് ഇന്ന് നിന്റെ ചങ്കിന്റെ അകത്താണ് ഇതിന്റെ തീനാളം ഈശോ ഇട്ട് തന്നതെങ്കിൽ, ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ അകത്താണ് ഇതിന്റെ തീനാളം ഈശോ ഇട്ട് തന്നതെങ്കിൽ, മക്കളെ, നീ തുടങ്ങ, നീ പടര്, നീ തീപ്പന്തമാക്. നിന്നിലൂടെ ലോകം മുഴുവനും ഇത് പടർന്ന് പന്തലിക്കും. അതിലൂടെ ലോകത്ത് മുഴുവനും ഒരു വിശുദ്ധീകരണം സംഭവിച്ചിരിക്കും. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈ കാലഘട്ടം പരിശോധിച്ച മക്കളെ, തിന്മ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ക്രമം തെറ്റിയിരിക്കുന്ന ഒരു കാലഘട്ടമാ. ദുരിതങ്ങൾ ശക്തി പ്രാപിച്ചേക്കണ കാലഘട്ടമാ. ഈ കാലഘട്ടത്തില് പ്രകൃതി ദുരന്തങ്ങളാകട്ടെ, ഏതൊക്കെ രീതിയിൽ രോഗപീഠകളാകട്ടെ, സാത്താന്റെ ശക്തികളാകട്ടെ, അന്ധകാര ശക്തികളാകട്ടെ, ശക്തി പ്രാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. എന്തുകൊണ്ടാ മക്കളെ ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം തിന്മ പെരുകാൻ കാരണം? എന്തുകൊണ്ടാ മക്കളെ ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം രോഗപീഠകള് അല്ലെങ്കിൽ തിന്മയുടെ അധികാരങ്ങള്, ശക്തികള് പന്തലിക്കാൻ കാരണം എന്താ? എനിക്ക് തോന്നുന്ന ഒരു കാരണം ഇതാ: ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന മക്കൾ. കേട്ടെ, ദൈവം തെരഞ്ഞെടുത്ത്, ദൈവം അഭിഷേകം ചെയ്ത്, ദൈവം ഹൃദയത്തില് ആധ്യാത്മിക പരിഹാരത്തിന്റെ ആധ്യാത്മികതയുടെ തീയിട്ട് കൊടുത്തിട്ട് ആ മക്കള് ഇതിനു വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ലോകത്ത് പാപം, തിന്മ, ലോകത്തിന്റെ ശക്തികള് ശക്തി പ്രാപിക്കാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തില് 15-ാമത്തെ അധ്യായത്തില് 10 മുതലുള്ള വചനം പരിശോധിച്ച്, സാമുവേൽ രാവും പകലും ദൈവസന്നിധിയില് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനീ ഓർത്താ? പ്രിയപ്പെട്ടവരെ, സാവൂളിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയപ്പോൾ രാജ്യത്ത് തിന്മ പെരുകാൻ തുടങ്ങി, ദൈവജനം നശിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് സാമുവേൽ പ്രവാചകന് ദൈവത്തിന്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ദാവീദിനെ ദൈവം രക്ഷയ്ക്കായിട്ട് ഇട്ടുകൊടുക്കുക. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ മക്കളെ, നമ്മുടെ കുടുംബത്തില് പല വ്യക്തികൾ, അത് മക്കളാകാം, ജീവിത പങ്കാളിയാകാം, സഹോദരങ്ങളാകാം, ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള മക്കളാകാം, പ്രിയപ്പെട്ടവരെ, അവർ പാപത്തിലേക്ക്, നാശത്തിലേക്ക് വീണ് പോകുന്നത് കണ്ടിട്ട് അവർക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളില് മുട്ടെ കുത്തി കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര മക്കൾക്ക്, എത്ര മാതാപിതാക്കൾക്ക് സാധ്യമായിട്ടുണ്ട്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, നമ്മുടെ ഇടവകയിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ആത്മാക്കൾക്ക് വേണ്ടി രാവും പകലും ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന്, കുരിശുരൂപത്തിന്റെ മുമ്പിലിരുന്ന്, അമ്മ മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിലിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ എത്ര വൈദിക സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മുടെ ചുറ്റുപാട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കണ്ടിട്ട് അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കി ബല കൊടുത്ത് മുട്ട കുത്തി എന്ന് പ്രാർത്ഥിക്കാൻ എത്ര സമർപ്പിത മക്കളെ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ഈ കണ്ണീരൊഴുക്കാത്തതിന്റെ കാരണം, ഈ ബല കൊടുക്കാത്തതിന്റെ കാരണമല്ലേ? ഇപ്രകാരം പരിഹാരം ചെയ്യാത്തതിന്റെ കാരണമല്ലേ മക്കളെ ഇന്ന് ലോകത്ത് സാത്താന്, പിശാചുക്കള്, തിന്മയുടെ ശക്തികള് ശക്തി പ്രാപിക്കാനുള്ള അടിസ്ഥാന കാരണം? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നെഹെമ്യാ പ്രവാചകനെ എടുത്തു നോക്കിക്കേ.
വിപ്രവാസ ദേശത്ത് അല്ലെങ്കിൽ വിപ്രവാസത്തില് പ്രിയപ്പെട്ടവരെ, തൻ്റെ മക്കള് വേദന അനുഭവിക്കുന്നത് കണ്ടിട്ട്, കഷ്ടത അനുഭവിക്കുന്നത് കണ്ടിട്ട്, സങ്കടപ്പെടുന്നത് കണ്ടിട്ട് ഈ നെഹേമിയ പ്രവാചകന് ഉപവസിച്ച് രാവും പകലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നുണ്ട്. ഇന്ന് മക്കള് കരയുന്നുണ്ട്, ഇന്ന് മാതാപിതാക്കൾ കരയുന്നുണ്ട്. എപ്പോഴാ കരയണെന്നറിയണോ? തൻ്റെ കൊച്ചിന് IELTS പരീക്ഷയുടെ അന്ന് പാസ്സാകാനായിട്ട് അന്ന് മുട്ടെ കുത്തി എന്ന് കരയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ ചില പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടി പല മക്കളും ഇന്ന് മുട്ടെ കുത്തി എന്ന് കരയും. നമ്മുടെ കൊച്ചിൻ്റെ പരീക്ഷയുടെ വിജയത്തിന് വേണ്ടി പലരും മുട്ടെ കുത്തി എന്ന് കരയും. അതിനുവേണ്ടി ഉറക്കം കളയും, അതിനുവേണ്ടി ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിക്കും. പക്ഷേ സ്വന്തം ആത്മാവ്, തൻ്റെ ജീവിത പങ്കാളിയുടെ ആത്മാവ്, തൻ്റെ മക്കളുടെ ആത്മാവ് നശിച്ചു പോകുന്നത് കണ്ടിട്ട് അവർക്ക് വേണ്ടി മുട്ടെ കുത്താൻ, അവർക്ക് വേണ്ടി കരയാൻ, അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ ഇന്നാരുണ്ട്? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, നമ്മുടെ വീടിനൊരു കേട് സംഭവിച്ചാൽ, നമ്മുടെ വാഹനത്തിനൊരു കേട് സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് പോയി ശരിയാക്കാറില്ലേ? നമ്മുടെ വീട്ടിലെ ഒരു സ്വർണം നഷ്ടപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടാൻ പരിശ്രമിക്കാറില്ലേ? എന്നാൽ നമ്മൾ ചിന്തിച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ, നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ, നമ്മുടെ സ്വന്തക്കാരുടെ, ഈ ലോകത്തിലുള്ള മക്കളുടെ ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ, ദൈവകൃപ നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന എത്ര മക്കൾ ഇന്നുണ്ട്? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം ഇതാ. ഒരു കേസ് വിധി തീർപ്പാണെങ്കിൽ അന്ന് നിത്യാരാധന ചാപ്പലില് നമ്മൾ പോയി മുട്ടുകുത്തി നിൽക്കും. കൊച്ചിന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്ന ദിവസമാണെങ്കിൽ നമ്മൾ നിത്യാരാധന ചാപ്പലിൽ പോയിട്ട് മുട്ടുകുത്തി നിൽക്കും. നമ്മുടെ കുടുംബത്തില് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ പോയി മുട്ടുകുത്തി നിൽക്കണം. പ്രിയപ്പെട്ടവരെ, അവിടെ നിൽക്കണ്ട എന്നല്ല അച്ഛൻ പറയണേ, മറിച്ച് നമ്മൾ ചിന്തിക്കണം, ആത്മാക്കൾ നഷ്ടപ്പെടുമ്പോൾ അതിനു വേണ്ടി കരയാൻ, മുട്ടുകുത്താൻ, വില കൊടുക്കാൻ തയ്യാറായ എത്ര പേര് എന്നെ കേട്ടുകൊണ്ട് ഇന്നിരിപ്പുണ്ട്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫിലിപ്പിനേരി എന്ന് പറയുന്ന വിശുദ്ധൻ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യപ്രകാരമാ, തൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച്, കേൾക്കണേ, തൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് അശ്രദ്ധനായ മനുഷ്യനാണ് വിഡ്ഢിത്തത്തിൻ്റെ പരകോടിയിലുള്ള മനുഷ്യൻ. തൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് അശ്രദ്ധനായ മനുഷ്യനാണ് വിഡ്ഢിത്തത്തിൻ്റെ പരകോടിയിലുള്ള മനുഷ്യനെന്ന്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നോക്കുമ്പോൾ അമ്മ മാതാവ് കരയുന്നത് നമുക്ക് കാണാൻ പറ്റും. അമ്മ മാതാവ് കരയുന്ന ലോകത്തിലെ ജനം നശിച്ചു പോകുന്നു കണ്ടിട്ടാ. എന്നിട്ട് അമ്മ തൻ്റെ മക്കളോട് പറയുന്ന ഒരു 10 കാര്യങ്ങളുണ്ട്. അമ്മ മാതാവ് കരഞ്ഞുകൊണ്ട് ഓരോ ദൈവമക്കളോടും പറയുന്ന 10 കാര്യം. ഒന്നാമത്തെ കാര്യം, മക്കളെ, ദൈവത്തിൻ്റെ കരുണ. കേൾക്കണേ, ദൈവത്തിൻ്റെ കരുണ മക്കളെ വിസ്മരിക്കരുത്. 2, അനുദപിക്കാനുള്ള അവസരം മക്കളെ പാഴാക്കരുത്. 3, ആത്മാവ് നൽകുന്ന ആഹ്വാനം മക്കളെ തള്ളിക്കളയല്ലേ. 4, രക്ഷ തരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മക്കളെ ഉപേക്ഷിച്ച് കളഞ്ഞേക്കല്ലേ. 5, ആത്മാവിൽ നിന്നും ദുശീലങ്ങളെ മക്കളെ ഉന്മൂലനം ചെയ്യുക. 6ാമത്തെ കാര്യം, ഹൃദയത്തെ കീഴടക്കിയിരിക്കുന്ന വികാരങ്ങളെ മക്കളെ പുറന്തള്ളുക. 7, ഭൗമിക വസ്തുക്കളോടുള്ള താല്പര്യം മക്കളെ ഇല്ലാതാക്കുക. 8, ലോകമോഹങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക. 9, അധാർമിക സുഖങ്ങള് നിങ്ങൾ നിഷേധിക്കുക. 10, പരിഹാരം ചെയ്യാൻ തയ്യാറാകുക. പ്രിയപ്പെട്ടവരെ, ഈ 10 കാര്യം അമ്മ മാതാവ് ഇന്ന് കണ്ണുനീരോടുകൂടി ദൈവമക്കളോട് പറയുക. ഇന്ന് എത്ര മക്കൾ ഇത് സ്വീകരിച്ച് ഒന്ന് മാറാൻ തയ്യാറാകുന്നുണ്ട്? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വിശുദ്ധനാ വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ എന്ന് പറയുന്ന വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് മാറ്റമുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ഇസ്ബെല്ല എന്ന് പറയുന്ന ഒരു മഹാറാണി, ആ മഹാറാണി മരിച്ചു കിടക്കുമ്പോൾ ആ ശവമഞ്ചത്തിൻ്റെ അടുത്ത് പോയി നിന്നിട്ട്
അദ്ദേഹം ധ്യാനിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒത്തിരിയേറെ ആഡംബര ജീവിതം നയിച്ചിരുന്ന ഈ ഇസ്ബല്ല മഹാറാണി മരിച്ചു കിടക്കുമ്പോൾ അതിൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഒത്തിരി കാര്യങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ ഈ മഹാറാണിയുടെ കയ്യില് മരിച്ചു കിടക്കുമ്പോൾ ഒന്നുമില്ലല്ലോ. ഒത്തിരി ബന്ധങ്ങള്, സ്വത്തുക്കൾ നേടിയെടുത്ത, ഒത്തിരി ആഡംബരമായിട്ടുള്ള ജീവിതം നയിച്ച ഈ മഹാറാണി മരിച്ചു കിടക്കുമ്പോൾ വെറും വെള്ളത്തുണിയാൽ പൊതിഞ്ഞു മാത്രം കിടക്കുക മാത്രമാണല്ലോ ചെയ്യുന്നത് എന്ന് കണ്ടപ്പോൾ ഈ കാണുന്ന ഫ്രാൻസിസ് ബോർജിയ എന്ന് പറയുന്ന വിശുദ്ധൻ അവിടെ നിന്നുകൊണ്ട് ഇപ്രകാരം ചിന്തിച്ചൊരു തീരുമാനമെടുക്കുക: ഇനി ഞാൻ ലോകത്തിലെ വസ്തുക്കള്, ലോകത്തിലെ സുഖം നേടാനായിട്ട് പരിശ്രമിക്കില്ല. എനിക്കിനി ഒറ്റ മാർഗമേ ഉള്ളൂ, എൻ്റെ യേശു ക്രിസ്തുവില് എനിക്ക് എത്തിച്ചേരണം. അവന് വേണ്ടി മാത്രമാണ് ഞാൻ ഇനി ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് ഒരു തീരുമാനമെടുക്കുക. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യം ഇപ്രകാരമാ: മക്കളെ, മരണം വന്ന് നിന്നെ പിടികൂടുന്ന സമയത്ത് ലോകത്തിലെ വസ്തുക്കൾ നീ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ലോക വസ്തുക്കളെ ഉപേക്ഷിച്ച് മരണത്തിനായി കുഞ്ഞെ നീ ഒരുങ്ങ. വീണ്ടും ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: നീ ഇന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന കട്ടില് ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു ദിവസം വരും. നീ ഇന്നായിരിക്കുന്ന ഭവനം വിട്ടിട്ട് നീ പോകേണ്ട ഒരു ദിവസം വരും. നീ ഇന്ന് ഉപയോഗിക്കുന്ന മുറി വിട്ടിട്ട് പോകേണ്ട ഒരു ദിവസം വരും. അതുകൊണ്ട് ലോക വസ്തുക്കള് സമ്പാദിച്ചു കൂട്ടാൻ നോക്കാതെ സ്വർഗത്തില് നീ ഒരു ഭവനം പണിയാനായിട്ട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചൊരുങ്ങ. എത്ര മക്കളുണ്ട് സ്വർഗത്തിൽ ഭവനം പണിയാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്നവര്? എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട മറ്റൊരു വിശുദ്ധനാ ഈ കഴിഞ്ഞ നാളിൽ നമ്മൾ തിരുനാൾ ആഘോഷിച്ച ജോൺ മരിയ വിയാനി. ഞാൻ എപ്പോഴും ചിന്തിക്കാറുന്ന ഒരു ചിന്തയാ മക്കളെ, എങ്ങനെയാ ജോൺ മരിയ വിയാനി കുമ്പസാരക്കൂട്ടിലിരുന്നപ്പോൾ ഇത്രമാത്രം ജനം വന്നിട്ട് ആ കുമ്പസാരക്കൂട്ടിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ കാരണം? എങ്ങനെ ഒരു ദേശത്തെ മുഴുവനും ഈ ജോൺ മരിയ വിയാനി മാറ്റിയെടുത്തു എന്നുള്ള കാര്യം? പ്രിയപ്പെട്ടവരെ, ജീവചരിത്രം വായിച്ചു നോക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു കാര്യമുണ്ട്. ജോൺ മരിയ വിയാനി 10, 14, 18 മണിക്കൂർ കുമ്പസാരക്കുട്ടിൽ ചെലവഴിക്കും. ഏതൊക്കെ മാരക പാപം ചെയ്തിട്ട് വന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ കുമ്പസാരം കേട്ട് പാപക്ഷമ കൊടുത്തതിന് ശേഷം ജോൺ മരിയ വിയാനി ചെയ്യുന്ന ഒരു കൊച്ചു കാര്യമുണ്ട്. അവർക്ക് ലഘുവായിട്ടുള്ള ഒരു ചെറിയ പരിഹാരം മാത്രം കൊടുക്കും. എന്നിട്ട് ആ പാപം മുഴുവനും ഏറ്റെടുത്തിട്ട് ആ വ്യക്തിയുടെ പാപത്തിന് പരിഹാരമായിട്ട് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ട്, ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ട്, അമ്മ മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് കരം വിരിച്ചു പിടിച്ച് ആ പാപത്തിന് ആ ജോൺ മരിയ വിയാനി പുണ്യവാളൻ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുന്നില്ലേ? നമ്മുടെ ജീവിത പങ്കാളി തെറ്റ് ചെയ്യുന്നില്ലേ? നമ്മുടെ സഹോദരങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലേ? നമ്മുടെ മാതാപിതാക്കൾ തെറ്റ് ചെയ്യുന്നില്ലേ? നിനക്ക് വ്യക്തമായി കിട്ടിയത് അറിയാഞ്ഞിട്ടും ആ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന് എത്ര മക്കള് മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്? പറഞ്ഞേ ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും. തൻ്റെ മക്കൾ പാപം ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ജോബ് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ബലിയർപ്പിച്ചിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിലാകട്ടെ ലോകത്തിലാകട്ടെ മക്കൾ പാപം ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലെ ജനത്തെ മുഴുവനും രക്ഷിക്കാൻ പറ്റുന്നേ. ഞാൻ വീണ്ടും എൻ്റെ വൈദിക സഹോദരങ്ങളോട് പറയുക, നമ്മൾ എത്രയോ കുമ്പസാര കേട്ടേക്കണേ. ആയിരക്കണക്കിന് 10,000-കണക്കിന് ദൈവമക്കളുടെ കുമ്പസാരം കേട്ട് പാപമോചനം കൊടുത്ത് നമ്മൾ വിട്ടു. പക്ഷേ എത്ര വൈദിക സഹോദരങ്ങളെ, നമ്മൾ എത്ര പേര് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പില്, ക്രൂശിത രൂപത്തിന്റെ മുമ്പില്, അമ്മ മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ പോയിട്ട് മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് നമ്മൾ കേട്ട ആ പാപം ചെയ്ത ആ മക്കളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ പാപത്തിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സമർപ്പിത മക്കളെ, നമ്മൾ എത്ര മക്കളുടെ വേദനകൾ കേട്ടേക്കുവാ. എന്തോ ഒരു മക്കളുടെ തിന്മയുടെ ശക്തികളെ കുറിച്ച് നമ്മൾ കേട്ടേക്കുവാ. ഇത് കേട്ടതിന് ശേഷം നമ്മുടെ കൊച്ചു ചാപ്പലി വന്ന് പള്ളി വന്നിട്ട് മുട്ടെ കുത്തിയുന്ന ആ മക്കൾ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ നമ്മൾ ഇന്നു വരെ റെഡിയായോ? പ്രിയപ്പെട്ടവരെ, ഇത് ചെയ്യാൻ തുടങ്ങിയാൽ
മാതാപിതാക്കള്, മക്കള്, സഹോദരങ്ങള്, വൈദികര്, സമർപ്പിതര് ഇപ്രകാരം പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തില് സാത്താന് നിലനിൽക്കാൻ പറ്റില്ല. അവന്റെ ശക്തി പ്രബലപ്പെടില്ല. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, സഭയുടെ ആദ്യകാലങ്ങളിലും ഒത്തിരി പ്രതിസന്ധികളിലൂടെ സഭ കടന്നുപോയേ. ഞാൻ ഓർക്കുക, സഭയുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. സഭ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ക്രോണി എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹമുണ്ട്. അവിടെ 30 വൈദികര് 4 മാസത്തോളം 30 വൈദികര് 4 മാസത്തോളം ഉപവാസമെടുത്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ സഭയിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ മുഴുവനും മാറിപ്പോകുക. പ്രിയപ്പെട്ട മക്കളെ, സഭയുടെ ആദ്യ കാലഘട്ടം നോക്കിക്കോ. ആദിമ സഭയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നം എങ്ങനെയാ പരിഹരിച്ച്? അവർ ചാക്കുടുത്ത് ചാരം പൂശി, പ്രിയപ്പെട്ടവരെ, അവരെ ഉപവസിച്ചുകൊണ്ട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആദിമ സഭയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറിപ്പോകുക. പത്രോസിന്റെ കാലഘട്ടത്തില്, പൗലോസിന്റെ കാലഘട്ടത്തില് ധാരാളം പ്രശ്നം സഭയിലുണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നം എങ്ങനെയാ പരിഹരിച്ചെന്നറിയാമോ മക്കളെ? ഉപവാസമെടുത്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ പ്രതിസന്ധികൾ മുഴുവനും മാറിപ്പോകുക. ഞാൻ നിങ്ങളോട് പറയുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഏറ്റവും അടുത്ത നാളുകളാ ഈ ദിവസങ്ങളൊക്കെ. സഭയ്ക്ക് വേണ്ടി ദൈവമക്കളെ പ്രാർത്ഥിക്കണം. ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും പറയുക, ഈ ദിവസങ്ങളിൽ വില കൊടുത്ത് ഉപവാസമെടുത്ത് പരിഹാരം ചെയ്ത് നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. സഭയിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതെന്റെ തമ്പുരാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും, മാറ്റി തന്നിരിക്കും. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് രക്ഷ പ്രാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയ അത് ഉപവാസത്തിൻ്റെ, പരിഹാരത്തിൻ്റെ, പ്രാർത്ഥനയുടെ കാര്യം. ഇന്നത്തെ ലോകമൊന്ന് പരിശോധിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. വചനത്തിലൂടെ ഈ ലോകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കേ, ഈ കാലഘട്ടത്തിൽ എന്താണ് ലോകമെന്ന് തിരുവചനം പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വചനം ശ്രദ്ധിച്ച് കേൾക്കണേ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. വചനം പറയുവാണ്, ഈ ലോകം ഞെരുക്കത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുകയാണ്. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഇത് കഷ്ടതയുടെയും ശാസനയുടെയും കടുത്ത അപമാനത്തിൻ്റെയും ദിനമാണ്. കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി, എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല. പ്രിയപ്പെട്ടവരെ, കഠിന യാത്രയുടെ നാളുകളായിട്ട് ഈ ലോകത്തെ നമ്മൾ ഇന്ന് മനസ്സിലാക്കണ്ടേ. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിച്ചു തരികയാ: പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നമ്മൾ അറിയുന്നു. ഈ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ് എന്ന് നമ്മൾ അറിയുന്നു. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുവാണ്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഇന്ന് ചുറ്റി നടക്കുകയാണ്. വീണ്ടും അവസാനമായി എഫേസ്യസ് ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വചനം പഠിപ്പിക്കുന്നു: ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ മക്കളെ, സാത്താൻ പിടിമുറുക്കിയിരിക്കുന്ന, സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന, സാത്താൻ ഭരണം നടത്തുന്ന ഒരു തിന്മയുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നിന്നും ദൈവജനത്തെ രക്ഷിക്കാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന 3 ശക്തമായിട്ടുള്ള ആയുധമാണ് ഉപവാസം, പരിഹാരം, പ്രാർത്ഥന. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നുപോയിക്കേ. അപസ്മാര രോഗിയായ ഒരു ബാലനെ നമുക്ക് കാണാൻ പറ്റും.
ശിഷ്യന്മാർ നോക്കിയിട്ട് സൗഖ്യപ്പെടുത്താൻ പറ്റാതെ, പ്രശ്നം മാറ്റാൻ പറ്റാതെ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ യേശുക്രിസ്തു ആ ബാലനെ രക്ഷിക്കുമ്പോൾ ഈ കാണുന്ന ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? യേശു കൊടുക്കുന്ന മറുപടി എന്താ? ഈ കാണുന്ന വർഗം പുറത്തു പോകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയിലൂടെയും മാത്രമേ ഈ വർഗം പുറത്തു പോകാൻ പറ്റൂ എന്നുള്ള സത്യം. എന്ന് വെച്ചാൽ മക്കളെ തിരിച്ചറിയണം, സാത്താന് കേറി പിടിച്ചിരിക്കുന്ന അവന്റെ ആധിപത്യങ്ങള്, അവന്റെ ഭരണങ്ങള് അവസാനിപ്പിക്കാനുള്ള ശക്തി ഉപവാസത്തിനുണ്ട്. ദൈവൈക്യത്തിലേക്ക് ഒരു മകനെ കൊണ്ടുവരാനുള്ള ശക്തി ഉപവാസത്തിനുണ്ട്. ദൈവഭക്തിയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരാനുള്ള ശക്തി ഉപവാസത്തിനുണ്ട്. വിശുദ്ധിയിലേക്ക് ഒരു മകനെ വളർത്താനുള്ള ശക്തി ഉപവാസത്തിനുണ്ട് മക്കളെ. എന്നാൽ ലോകത്തിലുള്ള മക്കള് ഈ പ്രകാരം ഉപവാസമെടുത്ത് ദൈവമക്കളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ തുടങ്ങിയാൽ ലോകത്തിന്റെ സാത്താന്റെ ശക്തി വലയത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പറ്റുന്നേ. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചില കൊച്ചു കൊച്ചു കാര്യം ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നേ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ ഉപവാസം എടുക്കാൻ. ഞാൻ നിങ്ങളോട് പറയുന്നത് വികാരപ്പുറത്ത് പറയുന്ന കാര്യമല്ല, മറിച്ച് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ. നിങ്ങൾ ഉപവാസം, ആരോഗ്യമുള്ള മക്കളെ, നിങ്ങൾ ആരോഗ്യമുള്ള മക്കളാണെങ്കിൽ ആ ദിവസത്തെ ഭക്ഷണം ഉപേക്ഷിക്കുക. ആരോഗ്യം കുറവുണ്ടെങ്കിൽ ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുക. അതും പറ്റാത്ത മക്കള് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം വേണ്ട എന്ന് വെക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഉച്ചയ്ക്ക് 3 കൂട്ടം കറികളുണ്ടെങ്കിൽ 2 കൂട്ടം കറി എടുത്തിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ആ കറി ഒരു ദിവസം ഒന്ന് മാറ്റിവെച്ചുകൂടെ മക്കളെ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 10 ഉരുള ചോറാണ് നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം 8 ഉരുളയാക്കി ഒന്ന് മാറ്റിയിട്ട് 2 ഉരുള ഒന്ന് മാറ്റിവെച്ച് അതൊന്ന് സഹിച്ച് കാഴ്ചവെച്ചുകൂടെ മക്കളെ? നിങ്ങൾ എല്ലാ ദിവസവും കറി കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചോറെടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പൊഴിച്ച് അതൊന്ന് എടുത്ത് കഴിച്ചുകൂടെ മക്കളെ? ഈ കാണുന്ന ചെറിയ സഹനം ഉണ്ടല്ലോ, അത് ഈശോയ്ക്ക് കയ്യിലെ കൊടുത്തിട്ട് ഈശോയോട് പറയണം, ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ഞാൻ കഴിച്ചു വെക്കും അപ്പാ, ഒരാത്മാവിനെ രക്ഷിച്ചേക്കണം, ഒരാത്മാവിനെ രക്ഷിച്ചേക്കണം. ഞാൻ എൻ്റെ അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും കുഞ്ഞുങ്ങളോടും പറയുക, രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടല്ലോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വിശുദ്ധ കുരിശനാൽ മുദ്ര ചെയ്യണം. പഞ്ചേന്ദ്രിയങ്ങളെയും വിശുദ്ധ കുരിശനാൽ മുദ്ര ചെയ്യണം. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വിശുദ്ധിക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കണം. അന്നത്തെ കാര്യങ്ങൾ മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിക്കണം. എന്നിട്ട് മക്കളെ, നിങ്ങൾ ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഒറ്റ കാര്യം ഈശോയോട് പറയണം, ഈശോയെ, ഇന്ന് ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തിലൂടെ നീ ഒന്ന് വരണം. എന്നിട്ട് ഈശോയോട് പറയണം, ഈശോയെ, ഞാൻ അടുക്കളയിലേക്ക് പോകുക, നീ എൻ്റെ കൂടെ വാ, നീ എൻ്റെ കൂടെ വാ. മക്കളെ, അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ കഴുകാൻ കിടക്കുന്ന പ്ലേറ്റ് കാണുമ്പോൾ, ക്ലീൻ ചെയ്യാൻ കിടക്കുന്ന സ്ഥലം കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാകും. പക്ഷേ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയോട് പറ, ഈശോയെ, നീ കണ്ടല്ലോ എനിക്ക് വിഷമമുണ്ട്, എന്നാലും സാരമില്ല, ഞാൻ കഴുകിക്കോളാം, പക്ഷേ ആത്മാവിനെ നീ രക്ഷിക്കണം. ഓരോ പ്ലേറ്റ് എടുത്ത് നീ കഴുകുമ്പോൾ ഈശോയോട് പറയണം, ഈശോയെ, ഞാനിത് കഴുകുവാട്ടോ, പക്ഷെ ഒരാത്മാവിനെ രക്ഷിച്ചേക്കണം. മക്കളെ, നമ്മൾ അരി കഴുകുന്ന സമയത്ത് ഈശോയോട് പറയണം, ഈശോയെ, ദേ ഞാൻ അരി കഴുകുവാട്ടോ, പക്ഷേ ഒരാത്മാവിനെ നീ രക്ഷിച്ചേക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ മുറി അടിച്ചു വാരുമ്പോൾ അത് ഈശോയോട് പറഞ്ഞിട്ട് ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ആ മുറി അടിച്ചു വാരണം. ഈശോയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ മുറി അടിച്ചു വാരിയിട്ട് ഈശോയോട് പറയണം, ഞാൻ ഈ അടിക്കുന്ന സമയത്ത് എൻ്റെ പുറത്തിനൊരു വേദനയുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഈ എടുക്കുന്ന ജോലിയുണ്ട്, ഇത് നിനക്ക് ഞാൻ സമർപ്പിക്കുക, ഒരാത്മാവിനെ രക്ഷിച്ചേക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും നിനക്കിഷ്ടപ്പെടാത്ത കുറേ വാക്കുകളും കുറേ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നീ ചെയ്യേണ്ട കാര്യം ഈശോയോട് പറയണം, ഈശോയെ, ഇതാ ഞാൻ കേട്ടേക്കണോ, ഞാൻ പ്രതികരിക്കുന്നില്ല, മറിച്ച് ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കുക, നിനക്ക് ഞാൻ സമർപ്പിക്കുക, ഇതൊരാത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ സമർപ്പിക്കുക, നീ രക്ഷിച്ചേക്കണം. നിങ്ങൾക്കറിയാമോ മക്കളെ, ഈശോ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഒരു സഹനമുണ്ട്. മറ്റാരും മനസ്സിലാക്കാത്ത, മറ്റാരും അറിയാത്ത,
മറ്റാരും നിങ്ങളെ ആശ്വസിപ്പിക്കാത്ത നിങ്ങളുടെ ജീവിതത്തിലെ കുറേ കാര്യമുണ്ടല്ലോ. ചില അമ്മച്ചിമാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെടുമ്പോൾ ആരും മനസ്സിലാക്കാറില്ല, ആരും അതൊന്നും ഉൾക്കൊള്ളാറില്ല, ആരും ഒന്ന് ആശ്വാസം വാക്ക് കൊടുക്കാറില്ല. വൈകുന്നേരമാകുമ്പോൾ ചങ്കിൻ്റെ അകത്തൊരു നീറ്റലുണ്ടാകും, ഒരു വേദന ഉണ്ടാകും. മക്കളെ, എൻ്റെ അമ്മമാരെ, ആ വേദന ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് പറ, ഒരാത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാനിത് കാഴ്ചവെക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഒത്തിരി അധ്വാനിക്കുന്ന മക്കളല്ലേ? നിങ്ങൾ അധ്വാനിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ അധ്വാനിക്ക്. ശരീരം വേദനിച്ചുകൊണ്ട് അധ്വാനിക്ക്, മനസ്സ് ക്ഷീണിച്ചുകൊണ്ട് അധ്വാനിക്ക്. ആ അധ്വാനം മുഴുവൻ എന്നിട്ട് ഈശോയോട് പറയണം, തൊട്ടടുത്ത് നിൽക്കുന്ന ഈശോയോട് പറയണം, ഈശോയെ ഞാനിത് കാഴ്ചവെക്കുക, ഇതൊരാത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചിട്ട് ചിലപ്പോൾ അവസാനം ഫലം കണ്ടെന്ന് വരില്ല. അതിൻ്റെ ഫലമായിട്ട് പലരും കുറ്റപ്പെടുത്തും, പലരും വേദനിപ്പിക്കും, കൊള്ളില്ലാത്തവനെന്ന് പറയും, പരാജയപ്പെട്ടവനെന്ന് പറയും, പലരും നിന്നെ മാറ്റി നിർത്തും, നിന്ദിക്കും. ഈ സമയത്ത് പ്രതികരിക്കാതെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈശോയോട് പറയണം, ഈശോയെ ഞാൻ കേട്ടല്ലോ, നീയും ഇത് കേട്ടിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഞാനിത് സ്വീകരിച്ചോളാം. പക്ഷേ ഒരാത്മാവിനെ നീ രക്ഷിച്ചേക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ നിങ്ങൾ എങ്ങോട്ട് നടന്നോ, എവിടെ ഇരുന്നോ, എവിടെ പോയി കിടന്നോ, അവിടെ ഈശോയെ കൊണ്ടുപോകണം. അവിടെ ഈശോയെ കൊണ്ടുപോയി ഇരുത്തണം, അവിടെ ഈശോയെ കൊണ്ടുപോയി കിടത്തണം. ആ ഈശോയോട് ചേർന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം. ഒരു വേദന വരുമ്പോൾ, ഒരു സഹനം വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ, മക്കളെ 10 പേരോട് പോയി പറയുവല്ല ചെയ്യണ്ടേ. ആദ്യം പോയിട്ട് ഈശോയോട് പറയണം, ഈശോയെ എനിക്ക് ഇങ്ങനത്തെ ഒരു വിഷമം വന്നേക്കുക എന്ന് വെച്ചാൽ നിർമ്മലമായിട്ടുള്ള പൂവാ കൊടുക്കണ്ടേ, വാടിയ പൂവല്ല കൊടുക്കണ്ടേ. ആ വിഷമം ഈശോയോട് പറഞ്ഞിട്ട് പറയണം, ഈശോയെ ഒരാത്മാവിനെ രക്ഷിച്ചേക്കണേ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഏതൊക്കെ രീതിയിലുള്ള കൊച്ചു സഹനമാകട്ടെ, ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഓട്ടിപ്പോയിട്ട് ഈശോയോട് പറയണം, ഈശോയെ എനിക്കൊരു തെറ്റ് പറ്റി, ക്ഷമിക്കണേ. നമ്മുടെ അനുദിന ജീവിതത്തിലെ സകല കാര്യങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യവും ഈശോയ്ക്ക് സമർപ്പിച്ച മക്കളെ, അങ്ങനെ സ്വന്തം ആത്മാവിനെ രക്ഷിക്കാനും പറ്റും. ഓരോ കുഞ്ഞി പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് അനേകം ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും. ഒരു ദിവസം 10 ഉള്ളി അരിയുന്നുണ്ടെങ്കിൽ ഓരോ ഉള്ളി അരിയുമ്പോഴും ഓരോ ആത്മാവിന് വേണ്ടി കാഴ്ചവെക്കത്തില്ലേ? 5 മുളക് അരിയുന്നുണ്ടെങ്കിൽ ഓരോ മുളകും ഓരോ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റില്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുക, സമയം തീർന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഓരോ വലിയ കാര്യം പലർക്കും ചെയ്യാൻ പറ്റില്ല. മെറ്റിലിൻ്റെ മുകളിൽ മുട്ടുകുത്താൻ പറഞ്ഞാൽ പലർക്കും പറ്റില്ല. കരം ഒത്തിരി നേരം വിരിച്ചു പിടിക്കാൻ പറഞ്ഞാൽ ഒത്തിരി പേർക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷേ അനുദിന ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഈശോയെ കൂട്ടിക്കൊണ്ടുപോയി ഈശോയോട് ചേർന്ന് ചെയ്തിട്ട് അത് ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് ഒരാത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെച്ച് അതിലൂടെ അനേകം ആത്മാക്കൾ രക്ഷ പ്രാപിക്കും, ഒപ്പം നമ്മളും രക്ഷ പ്രാപിക്കും. ഈ 2 കാര്യവും ഒരുപോലെ സംഭവിക്കും. അപ്രകാരം ഈശോയോട് സംസാരിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ പിന്നെ നമുക്ക് സമയമില്ല മക്കളെ. പാപം ചെയ്യാൻ പിന്നെ സമയമില്ല. ആത്മാക്കൾ രക്ഷ പ്രാപിക്കും, സ്വന്തം ആത്മാവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ചിന്തിച്ച്, ലോകത്തിലെ ക്രൈസ്തവർ മുഴുവനും ചെറിയ കാര്യങ്ങൾ ഈശോയോട് സംസാരിച്ച് ഈശോയുടെ മഹത്വത്തിനായി കാഴ്ചവെച്ച് അത് ആത്മാക്കൾ രക്ഷയ്ക്കായി സമർപ്പിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്ത് ജനം നശിക്കില്ലെന്നേ, രക്ഷ പ്രാപിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച്, നിന്റെ തൊട്ടടുത്ത് ഈശോ നിൽക്കുന്നതായിട്ട് നീ കാണുക. തൊട്ടടുത്ത് ഈശോയോട് പറ, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുക. അപ്പ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്. നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന തീ ഞാൻ ഒരിക്കലും കത്തിച്ചിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ലോകത്ത് തിന്മ പെരുകി, ലോകം സാത്താൻ്റെ പിടിയിലേക്ക് അമർന്നുകൊണ്ടിരിക്കുക. അവരെ രക്ഷിക്കാൻ എനിക്ക് ഉപവസിക്കാനുള്ള കൃപ തരണേ. എൻ്റെ ഓരോ കൊച്ചു കാര്യങ്ങളും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അത് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കാനുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ശക്തി, ഒരു കാലഘട്ടത്തിൻ്റെ അഭിഷേകം എൻ്റെ അപ്പ നീ എനിക്കൊന്ന് തരണമേ എന്ന് ഒരു നിമിഷം ദാഹത്തോടെ പ്രാർത്ഥിച്ച് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാക്കളെ രക്ഷിക്കാനുള്ള കൃപ കിട്ടാൻ ദാഹിച്ചുകൊണ്ട് ഒന്ന് ഉറക്കെ വിളിക്കാമോ? യേശുവേ, ഈശോ, ഈശോ,
പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ റാണി ചേച്ചിയെ സമർപ്പിക്കുന്നു. ഈശോയെ, പരിശുദ്ധ അമ്മ മാതാവ് വഴി റാണി ചേച്ചിക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ആത്മീയ രഹസ്യങ്ങൾ മുഴുവനും ഇവിടെ സംസാരിക്കുന്ന ഈ സമയത്ത് അത് അനേകം മക്കൾ കേട്ടുകൊണ്ട് ജീവിതത്തെ നവീകരിച്ച് ആത്മാക്കളെ രക്ഷിക്കാനുള്ള വലിയ കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ശാന്തരായിട്ടിരുന്നു കൊണ്ട് നമുക്ക് റാണി ചേച്ചി നൽകുന്ന സന്ദേശം ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നമുക്ക് ശ്രവിക്കാം. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ യോഗ്യതയിലും ഐക്യത്തിലുമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ 40 ദിവസത്തെ പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ദൈവിക ചിന്തയുമായി ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ത്രിത്വൈക ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് തുടർന്നു വരുന്ന ശുശ്രൂഷകളെയും സമർപ്പിക്കാം. നമ്മൾ കേട്ടതും കണ്ടതുമല്ല, കേൾക്കാനിരിക്കുന്നതും അനുഭവിക്കാനിരിക്കുന്നതും നമ്മിലൂടെയുള്ള ദൈവിക ശുശ്രൂഷയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവം തന്ന കൃപകൾ, അത് നമുക്ക് ഒരുക്കി തന്ന വലിയ വിരുന്ന് ആസ്വദിച്ച് ആവോളം ആസ്വദിച്ചിട്ട് മിണ്ടാതിരിക്കാനല്ലല്ലോ ഈ ശുശ്രൂഷ. ഈശോയുടെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യം അനന്തമാണ്, അങ്ങയുടെ സ്നേഹം അനന്തമാണ്. സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് എന്നെ നോക്കിക്കണ്ടു, അങ്ങ് നട്ട ഈ മുന്തിരിവള്ളിയെ ഞാൻ നശിക്കാതിരിക്കാനായിട്ട് അവിടുന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയ ഈ ശുശ്രൂഷകൾ ദൈവമേ എത്രയോ വലിയ അനുഭവമാണ് എനിക്ക് നൽകിയത്. ഞാൻ മാറേണ്ട വഴികൾ എന്താണെന്നും എടുക്കേണ്ട തീരുമാനങ്ങൾ എന്താണെന്നും എൻ്റെ ഹൃദയം തച്ചുടച്ച് ദൈവാത്മാവിൽ ഞാൻ ഒന്നാകണമെന്നും പരിശുദ്ധ അമ്മയിലൂടെ അവിടുന്ന് എന്നെ ഓർമ്മിപ്പിച്ചു തന്നു. ദൈവവചന ശുശ്രൂഷകരിലൂടെ എനിക്ക് പുതിയ വെളിച്ചം നൽകി. എല്ലാറ്റിലുമുപരി അവിടുന്ന് പറഞ്ഞു, ഞാൻ കരുണയുള്ള ദൈവമാണെന്ന്. കരുണയുടെ അമ്മ പറഞ്ഞു, മക്കളെ, ആ കരുണയുടെ സമുദ്രത്തിൽ നിങ്ങളെ മുക്കിയെടുക്ക്. നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും വിഷമിക്കേണ്ട, മേലിൽ ചെയ്യരുത്. ക്ഷമിച്ചും സ്നേഹിച്ചും വചനമനുസരിച്ചും ഉപവസിച്ചും ജപമാല പ്രാർത്ഥിച്ചും വചന അധിഷ്ഠിതമായ ജീവിതം നയിച്ചും കൗദാശിക ജീവിതത്തിൻ്റെ മാതൃകയായും ബലിജീവിതം നീ തുടരുക എന്ന്. അമ്മയുടെ എല്ലാ സന്ദേശങ്ങളിലും അമ്മ പറഞ്ഞത് അമ്മയുടെ ഈ യേശുവിൻ്റെ ഈ സ്നേഹത്തിലേക്ക് വരാനാണല്ലോ.
ഞാനായി സൃഷ്ടിച്ചെടുത്ത അന്ധകാരത്തിൻ്റെ വഴികളെ പരിത്യജിച്ച് ദൈവസ്നേഹത്താൽ എരിയുന്നൊരു ദീപമായിട്ട് സ്വയം രക്ഷപ്പെടാനും ആത്മാക്കളെ രക്ഷിക്കുവാനുമുള്ള വിളിക്ക് ഞാനും പ്രത്യുത്തരീകരിക്കേണ്ടവനാണ് എന്നുള്ള ഓർമ്മയിൽ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. പ്രിയമാതാവേ, അമ്മയുടെ അങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിയണേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണേ. മറിയൗസേ പിതാവേ, ഉണ്ണിമിശിഹായെ കരങ്ങളിൽ വഹിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന് സംരക്ഷണം നൽകിയ പിതാവേ, പാപികളായ ഞങ്ങളെയും ലോകത്തെയും സഭയെയും പരിപാലിക്കണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണബോധരായ വിശുദ്ധാത്മാക്കളെ, നവവൃന്ദം മാലാഖമാരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ പ്രാർത്ഥിക്കണേ, ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മ നൽകിയ സന്ദേശങ്ങൾ തുടർന്ന് നമുക്ക് കേൾക്കാം. അമ്മ പറയാണ് മക്കളോട്, ഇത് ലോകാവസാനമാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് ആനുപാതികമായിട്ടായിരിക്കും അവരവർ അനുഭവിക്കുന്ന ദുരന്തങ്ങളും. സൽപ്രവൃത്തികളിൽ വ്യാപൃതരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. എല്ലാവർക്കും ആഗ്രഹമല്ലേ സൽപ്രവൃത്തികളിൽ വ്യാപൃതരാകാൻ? ആഗ്രഹിക്കണം. നിങ്ങളിലൂടെ യേശു മഹത്വപ്പെടുന്നത് കാണുമ്പോൾ ഈ അമ്മ സന്തോഷിക്കുന്നു. അതാണ് ഞാനും തുടക്കം മുതലേ പറഞ്ഞത്, അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. അമ്മയിലേക്ക് ആരെയും ആകർഷിക്കുന്നില്ല. അമ്മ ചൂണ്ടിക്കാണിച്ച് തരുന്നത് അവൻ പറയുന്നത് ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നാണ്. അതുകൊണ്ട് യേശുവിലേക്ക് നാം തിരിയുന്നത് കാണുമ്പോൾ, യേശു മഹത്വപ്പെടുന്നത് കാണുമ്പോൾ ഈ അമ്മ സന്തോഷിക്കുന്നു, പരിശുദ്ധ അമ്മ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വലിയ ലോകവുമായി നിരന്തരം സമ്പർക്കത്തിലാണ്. കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെ അഴുക്ക് പുരളാതെ നമ്മുടെ ആത്മാവിനെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ലോകത്തായിരുന്നിട്ട് ലോകത്തിൻ്റെ അതാകാതെ ജീവിച്ച ഒരു വലിയ മാതൃക നമ്മുടെ മുൻപിലുണ്ട്, പരിശുദ്ധ അമ്മ. ലോകത്തിൽ ജീവിച്ച യേശു ക്രിസ്തു ലോകത്തിൻ്റെതായില്ല. ലോകത്തിൽ ജീവിച്ച പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെതായിരുന്നില്ല. ലോകത്തിൻ്റെതാകാതെ ലോകത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിത സാക്ഷ്യം നമ്മുടെ മുൻപിലുണ്ട്. വിശുദ്ധാത്മാക്കളിൽ പലരും ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് ആദ്യകാലങ്ങളിൽ ജീവിച്ചവരാണ്. എന്നാൽ തിരിച്ചറിവ് കിട്ടിയപ്പോൾ അവർ വിശുദ്ധിയുടെ വഴിയിലേക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് അമ്മ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയം തച്ചുടച്ചിട്ട് പുതിയൊരു ഹൃദയത്തിൻ്റെ പൂർണ്ണതയുള്ള ജീവിതത്തിൻ്റെ വഴിത്താരയിലേക്ക് അവർ വന്നു. അത് അമ്മ നമ്മളോട് പറയുന്നേ. അപ്പം ഈശോ മഹത്വപ്പെടുമെന്ന്. അങ്ങനെ മഹത്വപ്പെടണമെങ്കിൽ, അമ്മയുടെ സന്തോഷം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കണം. മക്കളെ, ആത്മാക്കളെ വിവേചിച്ചറിഞ്ഞ് അന്ധകാര ശക്തികളെ കീഴടക്കുന്നതിന് ശക്തരാവുക. അതിന് ശക്തി വേണം, ആത്മീയ ബലം വേണം. നമ്മളെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷകളാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പങ്കെടുത്തത്. ഇനിയും നമ്മൾ പങ്കെടുക്കാൻ പോകുന്നതും അത് തന്നെയാണ്. ഈ 40 ദിവസം കൊണ്ട് പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ മുഴുവനും പറയാൻ നമുക്ക് പറ്റിയിട്ടില്ല. 32 സന്ദേശങ്ങളുടെ പകുതി വെച്ച് നമ്മൾ ഇന്ന് നിർത്തും. എന്നാൽ തുടർന്നുള്ള 10 ദിനങ്ങളിലും അമ്മ സംസാരിച്ചിട്ടുള്ളത് നമ്മൾ കേൾക്കും. എല്ലാവരും ശ്രവിക്കണമേ. അനേക ആയിരങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണമേ. ഇത് ഞാൻ മഹത്വപ്പെടാനല്ല, അമ്മ പറഞ്ഞത് കേൾക്കാതെ മക്കൾ പോയിട്ട് ശിക്ഷ കിട്ടിയാൽ നമുക്ക് ആരോടും പരാതി പറയാനില്ല. അതുകൊണ്ടാ പറയുന്നേ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ത്യാഗം വലുതാണ്, നിങ്ങളുടെ ദാഹം വലുതാണ്, നിങ്ങളുടെ സന്നദ്ധത വലുതാണ്, നിങ്ങളുടെ സാന്നിധ്യവും പ്രാർത്ഥനയുമാണ് നമ്മളുടെ എല്ലാവരുടെയും ബലം, സഭയുടെ ബലം. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു ചേർന്ന്, ഒരുമിച്ച് ചേർന്ന്, ഒരേ മനസ്സോടെ പരിശുദ്ധ അമ്മയും ശിഷ്യഗണവും പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ കൃപ സ്വീകരിച്ചതുപോലെ നമുക്കും ജീവിത അവസാനം വരെ കൃപയിലായിരിക്കണം. ഭിന്നിപ്പിൻ്റെ ദുരാത്മാവിനെ ലോകത്തു നിന്ന് ഓടിക്കാൻ നമ്മളൊന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാൽ മതി.
പല വിഭാഗീയതകളും സഭയിൽ തന്നെ പല കൂട്ടങ്ങളും സെപ്പറേറ്റായിട്ട് പലതരത്തിലൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഞാനൊന്നും എടുത്ത് ആക്ഷേപിച്ചോ അല്ലെങ്കിൽ അവരെ വിധിച്ചോ പറയല്ല. എല്ലാവരും വിശ്വസിക്കുന്നത് ക്രിസ്തുവിനെയാണെങ്കിൽ ക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? അപ്പസ്തോലന്മാർ ചോദിക്കുന്നില്ലേ, ക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? ക്രിസ്തു വിഭജിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ചവരുടെ വിഭജന ജീവിത മാർഗമാണ് വിഭജനത്തിലൂടെ ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ നമുക്ക് വിഭജിക്കാൻ നമ്മളെ തന്നെ കൊടുക്കരുത്. എവിടെയായിരുന്നവരാണെങ്കിലും ഏത് പ്രവൃത്തികൾക്കും വിശ്വാസങ്ങൾക്ക് അടിമകളായിരുന്നാലും പ്രിയപ്പെട്ട ദൈവപൈതലെ, ഈ 40-ാം ദിവസത്തെ പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുന്നെങ്കിൽ, ഇപ്പോൾ നീ പങ്കെടുത്തില്ലെങ്കിലും പങ്കെടുക്കുന്നവനല്ലെങ്കിലും എപ്പോഴെങ്കിലും ഈ ശുശ്രൂഷയെക്കുറിച്ച് കാണാനോ കേൾക്കാനോ നിനക്ക് ഇടവന്നാൽ ദൈവത്തിന്റെ വിളിയാണത്. ഉണർന്നെഴുന്നേൽക്കുക. നീ കിടക്കുന്ന പന്നിക്കൂട്ടിൽ നിനക്കിനി സ്ഥാനമില്ല. നിന്റെ ആത്മാവ് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, ഉണരേണ്ട സമയമായി, ഒന്നിച്ചായിരിക്കേണ്ട സമയമായി. കൂട്ടം വിട്ട് ചിതറിപ്പോകരുത്. ലോകം നിന്നോട് സംസാരിക്കുന്നുണ്ട്. ചിതറിക്കപ്പെടുന്ന ജനം ദൈവനീതിക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഏത് ശരി, ഏത് സഭ ശരി, ഏത് വിശ്വാസം ശരി, ഏത് റീത്ത് ശരി എന്ന് നീ തേടേണ്ട. നീ ഒരു ശരിയാകുക, എന്നാൽ എല്ലാം ശരിയാകും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശം നമുക്ക് ശ്രദ്ധിക്കാം. മക്കളെ, ആത്മാക്കളെ വിവേചിച്ചറിഞ്ഞ് അന്ധകാര ശക്തികളെ കീഴടക്കുന്നതിന് ശക്തരാവുക. ഇതിനു മുൻപ് ഞാൻ നിങ്ങളെ അറിയിച്ച സ്വർഗീയ സന്ദേശങ്ങൾ അനുസരിക്കുക. തിരുവചന അധിഷ്ഠിതമായി ജീവിക്കുക. ഈ ഭവനത്തിൽ എൻ്റെ സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ അടയാളം ആയിരങ്ങൾക്ക് അനുഭവമായിട്ടുണ്ട്. പലപ്പോഴും തിരിച്ചെടുക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ച ആ അനുഭവം യേശുവിൻ്റെ കരുണയാൽ വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ എൻ്റെ പ്രിയമക്കൾ തെറ്റിദ്ധരിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും സഹിക്കേണ്ടി വരികയും ചെയ്തു. ഈ അനുഭവങ്ങൾ സന്തോഷത്തോടെയാണ് എൻ്റെ മക്കൾ സ്വീകരിച്ചത്. അതിൽ ഞാൻ സന്തുഷ്ടയാണ്. എന്നാൽ വീണ്ടും ഞാൻ പറയുന്നു, അപൂർവമായി ലഭിക്കുന്ന ഈ അടയാളം അല്പകാലത്തേക്ക് മാത്രം. യേശുവിൻ്റെ പരിമളമായി, വിശുദ്ധിയുടെ പരിമളമായി, ദുർഗന്ധം വമിപ്പിക്കുന്ന അശുദ്ധിയുടെ ബന്ധനത്തിൽ നിന്ന് മോചിതരായി ജീവിക്കുന്നത് കാണാൻ ഈ അമ്മ അഭിലഷിക്കുന്നു. മക്കളെ, നിങ്ങളുടെ മാതൃരാജ്യത്തെ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ദിനവും പ്രാർത്ഥിക്കുക. മെയ് മാസത്തിലെ വണക്കമാസത്തിലെ ഒരു ദിവസത്തെ പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ ദൈവമാതാവേ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന്. അങ്ങനെ വർഷത്തിൽ ഒരു ദിവസം പ്രാർത്ഥിക്കാനല്ല അമ്മ പറഞ്ഞത്. വണക്കമാസം തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. മാതൃരാജ്യത്തെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് ദിനവും പ്രാർത്ഥിക്കുക. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ യേശുവിനരികിലേക്ക് നടന്നെടുക്കാൻ സഹായിക്കാം. എൻ്റെ തിരുക്കുമാരൻ നിങ്ങളുടെ പക്കലേക്ക് വരാൻ പിതാവ് എന്നെ എപ്രകാരം ഒരുക്കുകയോ എൻ്റെ ഉദരം ഉപാധിയാക്കിയോ അപ്രകാരം തന്നെ അവൻ്റെ 2ാം ആഗമനത്തിനായി ഈ അമ്മയുടെ വിമല ഹൃദയം ഉപകരണമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത് ആ ഉദരത്തിലൂടെ മനുഷ്യ ശരീരം സ്വീകരിച്ച് മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് എങ്ങനെ ഈശോ ഭൂമിയിലേക്ക് പിറന്നിറങ്ങിയോ അതുപോലെ തന്നെ ഈശോയുടെ 2ാം ആഗമനത്തിനായിട്ട്, പുനരാഗമനത്തിനായിട്ട് പരിശുദ്ധ അമ്മയെ ഒരുക്കിയിരിക്കുക, മക്കളെ ഒരുക്കാനായിട്ട്. അതിനാണ് അമ്മയുടെ വിമല ഹൃദയം ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ വിമല ഹൃദയത്തിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ഒളികേന്ദ്രമുണ്ടെന്ന് ഈശോയ്ക്കറിയാം. മക്കൾക്ക് വേഗം രക്ഷപ്പെടാനായിട്ട് ഒരു അമ്മയുടെ ഹൃദയത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ മക്കളെ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ 40 ദിനരാത്രങ്ങൾ നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. ഇത് വിമല ഹൃദയത്തിൻ്റെ സമയമാണ്. മക്കളെ, നിങ്ങൾ ഒരുങ്ങുക. ദൈവം കാരുണ്യവാനാണ്, എന്നാൽ നീതിമാനുമാണ്. തൻ്റെ കാരുണ്യം അവഗണിക്കുന്നവരെ നീതിയാൽ
അവിടുന്ന് ശിക്ഷിക്കും. ശിക്ഷയെക്കുറിച്ച് അവിടുന്ന് എന്നിലൂടെ സംസാരിക്കുമ്പോഴും ശിക്ഷ ഒഴിവാക്കി രക്ഷിക്കാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പശ്ചാത്താപിക്കുക, പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക. അമ്മ പറഞ്ഞതാ, പശ്ചാത്താപിക്കുക, പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക. വചന കവാടം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. വിനയത്തോടെ നമുക്ക് ഒരുമിച്ച് ദാഹാർത്തരായി ആ കവാടത്തിൽ ചെന്ന് ആ നീരുറവയിൽ നിന്ന് പാനം ചെയ്ത് വിശുദ്ധീകൃതരാകാം. അമ്മ നമ്മളെ ഒറ്റയ്ക്ക് വിടല്ല. അമ്മ പറയാണ്, മക്കളെ പശ്ചാത്തപിക്ക്, പ്രാർത്ഥിക്ക്, പരിഹാരം ചെയ്യേ. എന്താ അമ്മ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നേ? കേൾക്കുമ്പോൾ അമ്മ നേരത്തെ പറഞ്ഞതുപോലെ, മക്കളെ എൻ്റെ സ്വരം നിങ്ങൾക്ക് അരോചകമാകാതിരിക്കട്ടെ. അമ്മ മക്കളോട് പറയുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. നമ്മൾ ചെയ്ത പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റും. ലോകം ചെയ്യുന്ന പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റും. മരിച്ച് വിശ്വാസത്തിൽ ആയിരുന്നിട്ടും അല്ലെങ്കിലും ഒക്കെ മരിച്ച് ശുദ്ധീകരണ അവസ്ഥയിൽ കുറച്ചും കൂടെ ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള ആ സമയത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ നമുക്ക് പറ്റും. ഇതൊക്കെ നമുക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളോടല്ലാതെ അമ്മ ആരോടാ പറയാ? അമ്മ നമ്മളോടല്ലേ പറയാ? മക്കളോടല്ലേ അമ്മ പറയാ? അമ്മയുടെ സ്വരം നമുക്ക് ശ്രവിക്കാം, പരിഹാരം ചെയ്യാം. പ്രാർത്ഥനയിലൂടെ, ത്യാഗപ്രവൃത്തികളിലൂടെ. വചന കവാടം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. വിനയത്തോടെ, നമുക്ക് വിനയമുണ്ടെങ്കിലേ ആ കവാടത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റുള്ളൂ. അമ്മ കൂടെയുണ്ട്. വിനയത്തോടെ നമുക്ക് ഒരുമിച്ച് ദാഹാർത്തരായി ആ കവാടത്തിലേക്ക് ചെന്ന് എന്ത് ചെയ്യണം? കരുണയുടെ നീരുറവയിൽ നിന്ന് പാനം ചെയ്ത്, ആവോളം പാനം ചെയ്ത് വിശുദ്ധീകൃതരാകാം. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ദാഹജലം അവൻ എന്നിൽ നിന്ന് പാനം ചെയ്യട്ടെ എന്ന് കർത്താവ് ഈശോ മിശിഹ പറഞ്ഞില്ലേ? ഈശോയുടെ അതേ വാക്കുകളാ പരിശുദ്ധ അമ്മ പറയുന്നത്. ആ ദാഹാർത്തരായിട്ട് ആ കവാടത്തിലേക്ക് ചെല്ല്. ഈശോയുടെ തിരുഹൃദയം, പിളർക്കപ്പെട്ട ഹൃദയം, നിനക്ക് വേണ്ടി മുറിയപ്പെട്ട ഒരു ചങ്കുണ്ട് അവിടെ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ കർത്താവിൻ്റെ ചങ്കാണ്. ആ ചങ്കിൽ നിന്ന്, യേശുവിൻ്റെ ചങ്കിൽ നിന്ന് ഒഴുകുന്ന കരുണയുടെ നീരുറവ സ്വീകരിച്ച് വിശുദ്ധീകൃതനായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുക. ആയിരുന്നവനും ആകുന്നവനും വരാനിരിക്കുന്നവനും പ്രപഞ്ചത്തിൻ്റെ ഭരണകർത്താവുമായ യേശുവോടൊത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. അമ്മ നമുക്ക് ഒരു കുഞ്ഞ് ആശീർവാദം നൽകുക. എന്തുകൊണ്ടാ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ നമ്മൾക്ക് ആശംസയും ആശീർവാദവും നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വായിച്ചു കേട്ടപ്പോൾ എന്താ മനസ്സിലായത്? നമ്മൾ വിശുദ്ധീകൃതരാകണം. അമ്മയുടെ സ്വരത്തിലും അമ്മയുടെ കാഴ്ചപ്പാടിലും പറഞ്ഞാൽ സ്വാർത്ഥതയുടെ കലവറയിൽ നിന്ന് സുഹൃതങ്ങളുടെ നിലവറയിലേക്ക് നാം വളരണമെന്നാണ് അമ്മ പറഞ്ഞത്. സ്വാർത്ഥത കെട്ടടങ്ങിപ്പോകട്ടെ. സുഹൃതങ്ങളുടെ നിലവറ കർത്താവായ യേശു തമ്പുരാന്റെ ഹൃദയം, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയം സുഹൃതങ്ങളുടെ കലവറയാണ്. അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട്. നാം അതിന് അവകാശപ്പെട്ടവരും അർഹതപ്പെട്ടവരുമാണ്. അർഹത എനിക്കുണ്ടോ നിനക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് പ്രിയ ദൈവ പൈതലേ നീയും ഞാനുമാണ്. സുഹൃതങ്ങളുടെ കലവറയിലേക്ക് നാം വളരണം. പ്രാശ്ചിത്ത ജീവിതത്തിലൂടെ വളരണം. പരിശുദ്ധിയുടെ പരമോന്നത പദവിയിലെത്താനുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും പാപത്തിന്റെ അഴുക്ക് നിറഞ്ഞ അഴുക്ക് ചാലിൽ വീണുകിടന്നുഴലുകയാണ് നമ്മൾ പലരും. ഈ ലോകം പാപത്തിന്റെ പിടിയിലാണ്. സമാധാനം എന്തെന്നറിയാൻ മനുഷ്യന് സാധിക്കുന്നില്ല. പരിശ്രമങ്ങളും ലോകരാജാക്കന്മാരുടെ ഒത്തുകൂടലുകളും എക്യുമെനിസത്തിന്റെ പേരിൽ പറഞ്ഞ് പലതരത്തിലുള്ള ഒരുമകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം അത് സ്വാർത്ഥതയുടേതാകരുത്. എൻ്റെ സ്വാർത്ഥത വിജയിക്കാൻ കർത്താവിനെ വിളിക്കരുത്. പലരും നേർച്ച കാഴ്ചകൾ അർപ്പിച്ചിട്ട് വിശുദ്ധാത്മാക്കളുടെ പരിശുദ്ധാമ്മയുടെ ഒക്കെ മാധ്യസ്ഥ യാചിച്ച്
കള്ളന്മാര് പോലും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയുന്നത്. അതുപോലെ നിന്റെ സ്വാർത്ഥത വിജയിക്കാൻ നീ പ്രാർത്ഥിക്കരുത്. സ്വാർത്ഥത കൊണ്ട് നീ ഒരുക്കിയെടുത്തൊരു കലവറയുണ്ട്, അത് ഭേദിച്ചിട്ട് സുഹൃതങ്ങളുടെ നിലവറയിലേക്ക് നീ വളരണം. ഈ കലവറയും നിലവറയും തമ്മിലുള്ള ഒരു ദൂരമുണ്ടല്ലോ, അതാണ് നീയും സ്വർഗവും തമ്മിലുള്ള ദൂരം. സുഹൃതങ്ങളുടെ നിലവറയിൽ നീ ജീവിക്കുമ്പോൾ അവിടെ നിന്ന് നിനക്ക് ദാഹാർത്തനായിട്ട് ആവശ്യം പോലെ രക്ഷയുടെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാം, രക്ഷ അനുഭവിക്കാം. ജീവന്റെ നിലവറയിൽ നിനക്കായിരിക്കാം. ജീവന്റെ ദാതാവായി യേശു ക്രിസ്തുവിനെ പ്രാപിക്കാം, യേശുവിലായിരിക്കാം. അതിന് കന്യകാ മാതാവ് നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ആരാധനയ്ക്ക് മുൻപായിട്ട് എവിടെയായിരുന്നാലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമേ. എഴുന്നേറ്റ് നിന്ന് ഇരു കരങ്ങളും കൂപ്പി ഈ 40 ദിനങ്ങൾ നമ്മൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ, ആരാധന ശുശ്രൂഷകളുടെ വെളിച്ചത്തിൽ, പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സന്ദേശങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. അമ്മേ, വീണാലും എഴുന്നേൽക്കാൻ അവസരം നൽകുന്ന, പ്രലോഭനങ്ങളെ അതിജീവിച്ച് പാപത്തിൻ്റെ വഴികളെ തിരസ്കരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് കരുത്തു പകരുന്ന കർത്താവിൻ്റെ ചങ്ക്, തുറക്കപ്പെട്ട ചങ്ക് അമ്മേ, അമ്മ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ടല്ലോ. അമ്മയുടെ വിമല ഹൃദയത്തിൽ അമ്മ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണം. അഴുക്ക് ചാലിൻ്റെ ദുർഗന്ധങ്ങൾ അമ്മ ഞങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കണം. ഞങ്ങൾ സന്നദ്ധരാണ് അമ്മേ. സുഗന്ധം പരത്തി കർത്താവിൻ്റെ പരിമളങ്ങളായി ജീവിക്കുവാൻ, ലോകത്തിൻ്റെ മുൻപിൽ ജീവിക്കുന്ന സാക്ഷ്യമായി തീരാൻ, വായിക്കപ്പെടുന്ന സുവിശേഷമായി തീരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ സാന്നിധ്യം ആരെയെങ്കിലും ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്ന അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പുറത്ത് ഈ പ്രാർത്ഥന സദയം അമ്മയുടെ പുണ്യയോഗ്യതകളോട് ചേർത്ത് വെച്ച് സ്വീകരിക്കണമേ. അടിയങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദാഹിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോയെ. പാപികളായി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആവേ മരിയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധന 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 അങ്ങേക്ക് ആരാധന, ആരാധന 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 അങ്ങേക്ക് ആരാധന, ആരാധന 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 അങ്ങേക്ക് ആരാധന, ആരാധന 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 അങ്ങേക്ക് ആരാധന. ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളിയേ.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. നമ്മൾ ഈ നിമിഷം ഫാത്തിമയിൽ അമ്മ മാതാവ് പഠിപ്പിച്ച ശക്തമായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എല്ലാ കുടുംബത്തിലും ഉരുവിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഉരുവിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. കരങ്ങൾ കുപ്പിപ്പിടിച്ച് സകല ദൈവമക്കളും അച്ഛൻ ചൊല്ലിത്തരുന്ന ഈ പ്രാർത്ഥന ഉറക്കെ ഏറ്റു ചൊല്ലി ഈ നിമിഷം പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഒരുമിച്ച് അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലാം. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം രണ്ട് കരങ്ങളും സാധിക്കുന്ന പോലെ ഉയർത്തിപ്പിടിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച മുഴുവനും മക്കളെ ഇപ്പോൾ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നില്ല. മക്കളെ, നമ്മളാണ് ഈ ആത്മാക്കളെ രക്ഷിക്കേണ്ടത്. നമ്മുടെ ചങ്കിൻ്റെ അകത്താണ് തമ്പുരാൻ ഇവരെ രക്ഷിക്കാനുള്ള തീ ഇട്ട് തന്നേക്കണേ. നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ഭൂമിയിൽ ഈ ലോകത്തുള്ള മുഴുവനും മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ദൈവമക്കൾ ഈശോയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈശോയെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സകല പാപത്തിനും പരിഹാരമായിട്ട് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് എന്തുമാത്രം സ്വരത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ, എന്തുമാത്രം സ്വരത്തിൽ ഒന്ന് നിലവിളിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ, അപ്രകാരം ഒന്ന് സ്തുതിക്കട്ടെ. ഒന്ന് ചങ്കുപൊട്ടി വിളിച്ച് യേശുവേ, ഈശോ, ഈശോ, യേശുവേ, ഈശോയേ. ദൈവമേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കണമേ, നഷ്ടപ്പെട്ട ആത്മാക്കളെ രക്ഷിക്കണമേ, പാപബന്ധനത്തിലായ ആത്മാക്കളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, കരങ്ങൾ രണ്ട് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. ഈശോയെ മാത്രം നോക്കാം. ഈ നിമിഷം നമ്മുടെ കത്തോലിക്ക തിരുസഭയെ പ്രത്യേകം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, സഭയിലൂടെ മെത്രാപ്പോലിത്തമ, മെത്രാന്മാര്, സകല വൈദികര്, പ്രിയപ്പെട്ടവരെ സമർപ്പിതർ, അൽമായര്, എല്ലാവരെയും നിങ്ങളൊന്ന് കൊടുക്കണം. സിനഡ് നടക്കുക, സിനഡിനെ പ്രത്യേകമായിട്ടൊന്ന് സമർപ്പിക്കുക. സ്വർഗമിറങ്ങണം മക്കളെ, സ്വർഗമിറങ്ങണം. എല്ലാ പുരോഹിതർക്കും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള വലിയ ശക്തമായിട്ടുള്ളൊരു കൃപ അഭിഷേകം, എല്ലാ സമർപ്പിത മക്കൾക്കും പരിഹാരം ചെയ്ത ആത്മാക്കളെ നേടിയെടുക്കാനുള്ള ശക്തമായ അഭിഷേകം, ലോകം മുഴുവനുമുള്ള മക്കളിലേക്ക് ആത്മാക്കളെ നേടിയെടുക്കുവാൻ പരിഹാരം ചെയ്യാനുള്ള ഒരു കൃപ, ഇത് നമുക്ക് കിട്ടണം, ഇത് കിട്ടണം. ദിവ്യകാരുണ്യേശോയുടെ മുമ്പിൽ ആരൊക്കെ ഇതിനു വേണ്ടി കൊതിച്ചോ, പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ദൈവം കേട്ട് സഭയിലേക്ക് തരും, സഭാ തനയരിലേക്ക് തരും, സഭാ മക്കളിലേക്ക് തരും. രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടി യാചനയോടെ പിടിച്ച് ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ, സഭയാ തനയരെ അനുഗ്രഹിക്കണമേ, സഭാ മക്കളെ അനുഗ്രഹിക്കണമേ, എല്ലാ വൈദികരെ അനുഗ്രഹിക്കണമേ, എല്ലാ വൈദികരെ ഉണർത്തണമേ, എല്ലാ സഭാ മക്കളെ ഉണർത്തണമേ, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ. ഈ ദാഹത്തോടെ ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ ഈശോയെ വിളിക്കട്ടെ. യേശുവേ, ഈശോ, ഈശോ, അപ്പാ,
യേശുവേ നന്ദി ദൈവമേ, ആരാധിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം കൂടി രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് ഈശോയെ നോക്കാം. മക്കളെ, കഴിഞ്ഞ 40 ദിവസം ഒത്തിരി വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഒത്തിരി ജപമാല ചൊല്ലിയാകാം, കരുണക്കൊന്ത ചൊല്ലിയാകാം, കുരിശിന്റെ പിടി ചൊല്ലിയാകാം, ഓരോ ത്യാഗങ്ങൾ ഏറ്റെടുത്താകാം, ബലിയർപ്പിച്ചാകാം, വില കൊടുത്ത് പ്രാർത്ഥിച്ച അനേകം മക്കളുണ്ട്. മക്കളെ, നിങ്ങളുടെ സഹനങ്ങള്, നിങ്ങളുടെ പ്രാർത്ഥനകള്, നിങ്ങളുടെ ത്യാഗങ്ങള്, നിങ്ങളുടെ വേദനകള് ഇതാ ഈ നിമിഷം ഈശോയിലേക്ക് സമർപ്പിക്കുക. ഈശോയോട് പറ, ഈശോയെ, ഒരാത്മാവ് പോലും നഷ്ടപ്പെടരുത്. ഇപ്പോൾ ഏതാത്മാവാണോ നരകത്തിലേക്ക് പോകാനായിട്ട് മാറി നിൽക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ആ ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട്, ആ ആത്മാക്കളുടെ മുഴുവൻ രക്ഷയ്ക്കായിട്ട് ഞങ്ങൾ ഈ നിമിഷം വരെ അനുഭവിച്ച വേദനകള്, സഹനങ്ങള്, ത്യാഗങ്ങള്, കഷ്ടപ്പാടുകള്, ബലിയർപ്പണങ്ങള്, ജപമാലകള്, കരുണക്കൊന്തകള്, കുരിശിന്റെ വഴികള്, അമ്മയുടെ ചങ്കുവഴി, ഹൃദയം വഴി ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ, ആ ആത്മാക്കളെ രക്ഷിക്കണമേ എന്നുള്ള ദാഹത്തോടെ, നഷ്ടപ്പെടുന്ന ആത്മാക്കളെ വീണ്ടെടുക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ ആത്മാക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ചങ്കുപൊട്ടി വിളിച്ചേ, യേശുവേ, ഈശോ, ഈശോ, യേശുവേ, ഈശോയേ, യേശുവേ, ആത്മാക്കളെ രക്ഷിക്കണമേ, ആത്മാക്കളെ രക്ഷിക്കണമേ, ആത്മാക്കളെ രക്ഷിക്കണമേ. ആത്മാക്കളെ തരിക, സർവവും എടുത്തുകൊള്ളുക. സമർപ്പിച്ച മക്കളെ, ആത്മാക്കളെ തരിക, നിന്റെ ആരോഗ്യം സമർപ്പിച്ച്, സർവവും എടുത്തുകൊള്ളുക. നിന്റെ കുടുംബത്തെ സമർപ്പിച്ച്, ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ഒന്നും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ഒരു കുഞ്ഞാത്മാവ് പോലും നരകത്തിൽ പോകാത്ത രീതിയിൽ വരണമേ ഈശോയേ, ഈ ഭൂമിയിലേക്ക് വരണമേ കുടുംബങ്ങളിലേക്ക് ഈശോയേ, വരണമേ സന്യാസ ഭവനങ്ങളിലേക്ക് ഈശോയേ, വരണമേ സകല ഗവൺമെന്റിലേക്ക്. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. ഒരു നിമിഷം നിങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ വിമല ഹൃദയം വഴി ദീപികാരുണ്യത്തിന് സമർപ്പിക്കുക. കുടുംബത്തിൽ അപ്പച്ചൻ കാണും, അമ്മ കാണും, പ്രായമായവർ കാണും, മക്കള് കാണും, സഹോദരങ്ങൾ കാണും. കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ അമ്മയ്ക്ക് അടിമ വയ്ക്കുക. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക മക്കളെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ വസ്തുവകകൾ മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. നിങ്ങളുടെ വീടിൻ്റെ 4 മുക്കും മൂലയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. നിങ്ങളുടെ കുടുംബത്തിലുള്ള പക്ഷിമൃഗാദികളെ മുഴുവനും സമർപ്പിക്കുക. വാഹനങ്ങളെ സമർപ്പിക്കുക. എല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിൽ. അമ്മയ്ക്കടിമ വെച്ച ഒന്നും നഷ്ടപ്പെടില്ല. അമ്മയ്ക്കടിമ വെച്ചതിൽ ഒരു സാത്താൻ അവകാശമില്ല. എൻ്റെ മക്കളെ, ഇതാ ഈ കാണുന്ന ചാനലിനെ, ചെക്കന ചാനലിനെ അമ്മയ്ക്കൊന്ന് അടിമ വയ്ക്കുക. ഈ ശുശ്രൂഷയെ അമ്മയ്ക്ക് നിങ്ങളൊന്ന് അടിമ വയ്ക്കുക. ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന മുഴുവനും മക്കളെ അമ്മയ്ക്ക് അടിമ വയ്ക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നിട്ടുള്ള മുഴുവനും മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിനൊന്ന് അടിമ വയ്ക്കുക. കഴിഞ്ഞ 39 ദിവസം അല്ലെങ്കിൽ 40 ദിവസം ഏതൊക്കെ മേഖലയിലുള്ള ആത്മാക്കളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ, ആ ആത്മാക്കളെ മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തിനൊന്ന് അടിമ വയ്ക്കുക. ഇനിയുള്ള 15 ദിവസം
ഏതൊക്കെ മേഖലയിലുള്ള ആത്മാക്കളെ കുറിച്ച് നമ്മൾ കാണുന്നു, അവരെ കൂടി അടിമ വയ്ക്ക്. ആരൊക്കെ ഇനി ശുശ്രൂഷ ചെയ്യാൻ ഈ ആലയത്തിലേക്ക് വരുന്നോ അവരെ കൂടി നിങ്ങൾ അടിമ വയ്ക്ക്. ആ ശുശ്രൂഷയിൽ ഏതൊക്കെ ദൈവമക്കൾ ഇനി പങ്കുചേർന്ന് ആത്മാക്കൾക്ക് വേണ്ടി ദാഹം കിട്ടാൻ ആഗ്രഹിക്കുന്നു അവരെ കൂടി നിങ്ങളൊന്ന് അടിമ വെച്ചുകൊണ്ട്, അമ്മേ ഞങ്ങളുടെ ഈ യാചന, ഞങ്ങളുടെ ഈ പ്രാർത്ഥന, ഞങ്ങളുടെ ഈ അടിമ അമ്മയൊന്ന് സ്വീകരിക്കണമേ എന്ന് ഉള്ളുരുക്കി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ സകല മക്കളും ഉറക്കെ ഏറ്റുചൊല്ലിക്കൊണ്ട് ഈ പ്രതിഷ്ഠ നമുക്ക് നടത്താം. വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന: ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയോ പരിധിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിനെയോ ശരീരത്തെയോ ബുദ്ധിയെയോ മനസ്സിനെയോ ഹൃദയത്തെയോ അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അങ്ങേ തിരുമുമ്പില് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സത്പ്രവർത്തികളോ അവയുടെ എല്ലാ യോഗ്യതകളോ ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളുടെ യോഗ്യതകളോട് ചേർത്ത അങ്ങേ തൃപ്പാദത്തിങ്കല് കാഴ്ചവെക്കുന്നു. കാലത്തിലോ നിത്യതയിലോ ദൈവമഹത്വത്തിനോ ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ശക്കാന ചാനലിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആലയത്തിലെ ഈ ശുശ്രൂഷകളെയും എല്ലാ ശുശ്രൂഷകരെയും ഇതിൽ പങ്കുചേരുന്ന മുഴുവനും മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. അമ്മ മാതാവേ, ലോകത്തില് നശിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവനും ആത്മാക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. സ്വീകരിക്കണമേ, സ്വീകരിക്കണമേ. പിതാവിന്റെ കരങ്ങളില്, പുത്രന്റെ കരങ്ങളില്, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളില് സമർപ്പിക്കണമേ. എന്റെ അമ്മേ, എന്റെ അമ്മേ, എന്റെ ആശ്രയമേ, എന്റെ ആശ്രയമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് ചങ്കുപൊട്ടി വിളിച്ചേ ഹല്ലേലൂയാ. യേശുവേ, യേശുവേ. ഈ ചാനലിന് വേണ്ടി കരമുയർത്തി ഒരിക്കൽ കൂടി വിളിക്കട്ടെ. യേശുവേ, അനുഗ്രഹിക്കണമേ. നിന്റെ കരം നീട്ടണേ അപ്പാ. ഈ ദേശത്ത് കരം നീട്ടണേ, ലോകത്തിലേക്ക് കരം നീട്ടണേ, സഭയിലേക്ക് കരം നീട്ടണേ, എല്ലാ മെത്രാന്മാരിലേക്ക് കരം നീട്ടണേ, വൈദികരിലേക്ക് കരം നീട്ടണേ, ആത്മാരിലേക്ക് കരം നീട്ടണേ, സമർപ്പിതരിലേക്ക് കരം നീട്ടണേ, നഷ്ടപ്പെടുന്ന മക്കളിലേക്ക് കരം നീട്ടണേ. ആത്മാക്കളെ രക്ഷിക്കണമേ, ആത്മാക്കളെ രക്ഷിക്കണമേ, ആത്മാക്കളെ ഉണർത്തണമേ. ചന്തുപട്ടി വിളിച്ച യേശുവേ. യേശുവേ, കരുണാമയനേ, യേശുവേ, കരുണാമയനേ.
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയോട് ചേർന്ന് നിന്നൊരു കൊച്ചു കാര്യം അറിയിക്കുക. ഇന്ന് ഈ ശുശ്രൂഷ തീരുന്നില്ല. നിങ്ങൾ ഇന്നും ഇത് മനസ്സിലാക്കണം. ഇന്നും കൊണ്ട് ഇത് തീരുകയല്ല. ഇനി 15 ദിവസം കൂടി ഈ ശുശ്രൂഷ നടത്തും. ഇതിനോട് ചേർന്നുള്ള മറ്റു ശുശ്രൂഷകൾ പിന്നീട് നടക്കും. പ്രിയപ്പെട്ടവരെ, നാളെ നമുക്ക് വേണ്ടി വചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾ നൽകുവാനായിട്ട് പകർന്നു നൽകുവാൻ വരുന്നത് ഐർനിയോസ് പിതാവാണ്. അതുകൊണ്ട് സാധിക്കുന്ന മക്കളൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. പിതാവ് അവസാനം ആശീർവദിക്കും. പ്രിയപ്പെട്ടവരെ, ആ ശുശ്രൂഷയിലൊക്കെ നിങ്ങൾ പങ്കുചേരണം. അതിനുവേണ്ടി പലരോടും പറയണം. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. ഇനിയുള്ള 15 ദിവസങ്ങളിൽ എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് ജപമാല ചൊല്ലി ഒരുങ്ങാൻ പറ്റുമോ അത്രമാത്രം ജപമാല ചൊല്ലി ഒരുങ്ങണം. സുഹൃജപങ്ങൾ ചൊല്ലി ഒരുങ്ങാൻ പറ്റുമോ, സുഹൃതങ്ങൾ ചെയ്ത് സൽപ്രവർത്തികൾ ചെയ്ത് ഒരുങ്ങാൻ പറ്റുമോ അത്രമാത്രം ചെയ്യണം. ഏതൊക്കെ രീതിയിലുള്ള കൊച്ചു കൊച്ചു പരിഹാര പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ഇപ്പോൾ ഈശോയിലേക്ക് നോക്കിക്കേ. ഇപ്പം തന്നെ നിങ്ങൾ ഈശോയോട് പറയണം, ഈശോ എൻ്റെ കൂടെ ഇറങ്ങി വാ, എൻ്റെ കട്ടിലേ വന്നിരിക്കുക, എൻ്റെ കൂടെ കിടക്ക്, നാളെ എപ്പോഴും എൻ്റെ കൂടെ സഞ്ചരിക്കുക, എപ്പോഴും ഈശോ എന്നോട് സംസാരിക്കുക. ഈശോയോട് എപ്പോഴും സംസാരിക്കാൻ നമ്മൾ കൊതിക്കുക. ഓരോ കൊച്ചു കാര്യം ചെയ്തിട്ട് ഈശോയോട് കാഴ്ച കൊടുക്കുക. അതിലൂടെ ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഇപ്പം തൊട്ട് ഈശോയുടെ കൈ പിടിച്ച്, ഇനി എൻ്റെ കൂട്ടുകാരൻ ഈശോയാ, ഇനി എൻ്റെ സഹായി ഈശോയാ, ഇനി എൻ്റെ കാവൽക്കാരൻ ഈശോയാ, ഇനി എൻ്റെ എല്ലാം ഈശോയാ, ഞാനും ഈശോയും ഒന്നാ. ഈശോയുടെ കൈ പിടിച്ച് നമുക്കും നല്ലൊരു സന്ധിക്കായിട്ട് നിദ്രയ്ക്കായിട്ട് നമുക്കും ഒരുങ്ങാം. അതിനുള്ള കൃപാവരം സർവശക്തനായ തമ്പുരാൻ കർത്താവ് നമുക്ക് നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.